എന്താണ് ബംബ്ലിങ്? എബിൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് ബംബിളിനെ എന്നെ ഡെഫിനറ്റ്ലി സ്വന്തം ലൈഫിൽ നിന്ന് ഇങ്ങനെ പിച്ച് എടുത്തതാണ്. ഒരാഴ്ച കഴിഞ്ഞാണ് ഷൂട്ട് തുടങ്ങാം. അപ്പൊ രണ്ട് കൽപ്പിച്ച് റൂം ഫുൾ അങ്ങ് പെയിന്റ് അടിച്ചു, ടീൽ കളർ. അപ്പൊ സോണ്ടറ വന്നു, എന്താണ് ഇവിടെ പെയിന്റ് അടിയൊക്കെ? പിന്നെ ഒരു മേടിയിൽ കാണുന്നു 5 ദിവസത്തിലെ എല്ലാം ഷൂട്ട് ചെയ്ത് തീർന്നെന്നും പറഞ്ഞു. അത് എങ്ങനെയായിരുന്നു? എന്തുകൊണ്ട് FX6 യൂസ് ചെയ്തു? അത് ഈ പറഞ്ഞ പോലെ ഐ വുഡ് സേ വാട്ട് ആർ വി ട്രൈങ് ടു ഷോ. എന്തുമാത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ ഒരു വർക്കിൽ നവീൻ ബ്രോ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. അവർ ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എബിൻ ഫിലിപ്പ് ഷോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നവീൻ നജോസ്, സിനിമാറ്റോഗ്രാഫർ നവീൻ നജോസ് ആയിട്ടായിരുന്നു നമ്മുടെ കോൺവെർസേഷൻ. അത് നമുക്ക് തീർക്കാൻ പറ്റിയില്ല. അതിലോട്ട് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോകണം. നമ്മൾ നിർത്തിയത് ബംബ്ലിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരുന്നു. ബംബ്ലിങ് ആ ഷോർട്ട് ഫിലിം, ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനെപ്പറ്റി കുറേ അധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിച്ച് മനസ്സിലാക്കാൻ, നിങ്ങൾക്കും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നവീൻ നജോസ്, വെൽക്കം ബാക്ക് ടു ദി ഷോ. നവീൻ ബ്രോ, നമ്മുടെ എന്താണ് ബംബ്ലിങ്? അതൊന്ന് ആദ്യം ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കയറാം. ഓക്കെ, സോ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് ഒന്ന് ട്രെൻഡിങ് ആയിരുന്നു ഞങ്ങളുടെ ഇടയിൽ തന്നെ ഈ ബംബിൾ ആപ്പ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പം എബിൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് ബംബിളിനെ എന്നെ ഇൻട്രൊഡ്യൂസ്. അല്ല, ഒരിടത്തുനിന്ന് കയറുമ്പോൾ എല്ലാവരും ഇത് ക്യൂരിയോസിറ്റി ആണല്ലോ, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യണം. അപ്പം എല്ലായിടത്തും നമ്മൾ കുറേ ഇങ്ങനെ കാര്യങ്ങൾ കാണുകയാണ്. ആ ബംബിൾ ഇതിൽ മാച്ച് ചെയ്തിട്ട് അൺമാച്ച് ആയെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണെന്ന് ചോദിച്ചാൽ എൻ്റെ സ്പാർക്ക് ആണ്. ഡെഫിനറ്റ്ലി സ്വന്തം ലൈഫിൽ നിന്ന് ഇങ്ങനെ പിച്ച് എടുത്തതാണ്. പക്ഷേ ബംബ്ലിങ് നടക്കുന്നതിൽ അത്രയും എക്സ്ട്രീമിലോട്ട് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ബേസിക് ത്രെഡ് കിട്ടുന്നത് ഇതുപോലെ ഒരാളായിട്ട് മാച്ചായി. അപ്പോൾ നമ്മൾ കോൺവെർസേഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അത് കഴിഞ്ഞൊരു 1 വീക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ പിന്നെ ഇപ്പോൾ ഒരാൾ ആബ്സെൻ്റ് ആയിപ്പോയി, ടെക്സ്റ്റ് ഒന്നും ഇല്ല, ഗോസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറ്റി മാഡം, ബിസി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അത്യാവശ്യം കമ്പനിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ്. അപ്പോൾ ഇവിടുത്തെ ലൈക്ക് എന്നെ അങ്ങനെ മാഡം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിൽ അങ്ങ് അൺമാച്ച് ചെയ്തു പോയി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലൈക്ക് ഓക്കെ, ഒരാൾ നമ്മൾ കോമിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു സില്ലിയായിട്ട് കൺസിഡർ ചെയ്താൽ ഒരാൾക്ക് അൺമാച്ച് ചെയ്യാനുള്ള ഒരു റീസണായി ട്രിഗർ ആയി നമുക്ക്. അപ്പം പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റായി പോയി. പക്ഷേ നമ്മൾ തമാശനൊരു സാധനം അത്ര വേറെ ഒന്നും സംഭവിച്ചില്ല. ഇത്ര പോലും ഒരാൾക്ക് ഒഫെൻസീവ് ആകാമെന്ന് എനിക്കപ്പോഴും മനസ്സിലായത്. അപ്പം ഈ ബംബിളിൽ വേറൊരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺലി പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇപ്പം ഒരാൾ നമ്മളോട് പറഞ്ഞ പേര് പോലും ഒറിജിനൽ ആണോ നമുക്ക് അറിയത്തില്ല, വി കൻ ജസ്റ്റ് ട്രസ്റ്റ് മാത്രമേ. അപ്പം ഈ അൺമാച്ച് ആയാൽ ദെൻ ദാറ്റ്സ് ലൈക്ക് ദേ ആർ ഔട്ട് ഓഫ് ദ വേൾഡ്. വേറെ ഒരു രീതിയിൽ ഇപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലെങ്കിൽ വേറെ ഇപ്പം ഇൻസ്റ്റ ആണെങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ടിൽ നിന്ന് അയാളുടെ പേര് തപ്പിയെടുക്കാം. അപ്പം വീണ്ടും ഇത് കളഞ്ഞിട്ട് എടുത്താലേ മാച്ച് ചെയ്യാൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ആവത്തുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് എടുക്കും, വർക്ക് ഷൂട്ട് വരുമ്പം ഡിറ്റാച്ച്ഡ് ആവും, അങ്ങനെ വീണ്ടും അങ്ങനെ. ഒരു വർഷം വീണ്ടും എടുത്തപ്പോൾ എനിക്ക് വീണ്ടും മാച്ച് കിട്ടി, സെയിം ആള്. അപ്പം വീണ്ടും കോൺവെർസേഷൻ സംസാരിച്ചപ്പോൾ ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചപ്പം ഇയാൾക്ക് മനസ്സിലായി, ഓ ഇത് അന്ന് അൺമാച്ച് ചെയ്തിട്ട് പോയ ആളാണ്. അപ്പം അയാൾക്ക് ഒരിക്കലും എന്നെ അൺമാച്ച് ആയതിനു ശേഷം എന്നെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വീണ്ടും ആപ്പ് എടുത്തു, വീണ്ടും കുറേ സ്വൈപ്പ് ചെയ്തു, കിട്ടിയില്ല. അപ്പം വൺസ് ഇപ്പം ഞാനും മനസ്സിലാക്കിയ സാധനമാണ്. അപ്പം ബംബിളിൽ മാത്രം കോണ്ടാക്ട് ഉള്ള ഒരാളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അൺമാച്ചായി പോയാൽ ദെൻ വി ഹാവ് നോ അതർ വേ ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. അപ്പം അങ്ങനത്തെ ഒരു ത്രെഡാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ ഫൈൻ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാളും വേറൊരാളും അത്യാവശ്യം കണക്റ്റഡ് ആണ്, പക്ഷേ ബംബിൾ മാത്രമുള്ള അവരുടെ സോഴ്സ് ഓഫ് കണക്ഷൻ, വേറെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ അത് വാട്സാപ്പോ അവർ എവിടെ താമസിക്കുന്നു ഒന്നും അറിയത്തില്ലെങ്കിൽ വാട്ട് ഇഫ് ദേ ഗെറ്റ് ഡിസ്കണക്റ്റഡ്, ഈസ് ദർ എനി വേ ദേ ക്യാൻ ഗെറ്റ് കണക്റ്റഡ് അഗെയിൻ എന്നുള്ളൊരു ത്രെഡിൽ നിന്നാണ്. പക്ഷെ അതും കഥയായിട്ട് ദാറ്റ്സ് ജസ്റ്റ് എലിമെന്റ്. അപ്പം അതിൽ നിന്ന് ഭയങ്കരമായിട്ട് റിവോൾവ് ചെയ്താണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ലൈനിലോട്ട് ഞാൻ എത്തിയതും അതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ ആദ്യം ഞാൻ ഓൾറെഡി വെച്ചത്. ഇപ്പം ഇത് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ഇവൻ ചെയ്യുന്ന എഫേർട്ട് കണ്ടിട്ടാണ് ഭാഗ്യ അവിടെ എത്തുന്നു എന്നാണ് ഇനിഷ്യലി ഞാൻ ക്ലൈമാക്സ് വെച്ചത്. പിന്നെയാണ് അത് ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ട് തോന്നിയത്. വീണ്ടും റീവർക്ക് ചെയ്തപ്പോഴാണ് ഓക്കെ ഫൈൻ, ഇവൻ ചെയ്ത എഫേർട്ടിനെ ബാധിക്കാണ്ടാണ് അവളുടെ എഫേർട്ടിലാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് റിവീലായി. ആ സിനിമാറ്റിക് വേർഷൻ നമ്മൾ ഇറക്കുമ്പോൾ ഉള്ള ഡിഫറൻസസ് വന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു റോം കോം ഷോർട്ട് ഫിലിം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ അറിവിൽ
അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് നൗ ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പിനെ പറ്റിയുണ്ടെങ്കിലും അതിൻ്റെ അത്രയും ഹാർഡ് കോർ ആയിട്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു സാധനം എൻ്റെ അറിവിൽ അങ്ങനെ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം ഉറപ്പായിട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടാകുന്ന ഓർത്തിട്ടാണ്. പിന്നെ ഇതുപോലെ എനിക്കിതിൽ സിനിമാറ്റോഗ്രഫിക്കലിയും എഡിറ്റിലും ഒക്കെ കുറേ ക്വർക്കി സാധനങ്ങൾ നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു പ്ലോട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കൊന്ന് ഞാൻ ചെയ്ത വർക്കിൽ ഏറ്റവും പെട്ടെന്ന് റൈറ്റിംഗ് ഷൂട്ട് എഡിറ്റ് പ്രോസസ്സ് എത്തിയത് ഇത് ആദ്യം. മറ്റേതൊക്കെ നമ്മളൊരു ത്രെഡ് കിട്ടും, നമ്മൾ കുറച്ചുപേരോട് സംസാരിക്കും, പിന്നെ അതെങ്കിലും ഡിസോൾവ് ആയി പോകും. ഒന്നും പ്രൊഡക്റ്റീവായിട്ട് സംഭവിക്കുന്നത് വളരെ കുറവാണ്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എന്നായിരുന്നു തുടങ്ങിയത്? നമ്മുടെ ഒരു മാർച്ച് ഏപ്രിലൊക്കെ എങ്കിലും സ്റ്റോറി പരിപാടിയിൽ സെറ്റായി, മെയ് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തു. അങ്ങനെ അത്രയും പെട്ടെന്ന് ഷൂട്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് സമാധാനം. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം നമ്മുടെ സാധനം വെക്കും, പിന്നെ നടക്കാണ്ട് പോകുന്ന എപ്പോഴും ഡിസ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു ഫാക്ടേഴ്സും ഇല്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ. നമ്മൾ റെഡിയാണ്, നമ്മുടെ ടീം റെഡി ആണെങ്കിൽ കുറച്ച് ഫണ്ട് വേണമായിരുന്നു, അത് കുറച്ച് ഒപ്പിച്ചു, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതിൽ നിന്നും എല്ലായിടത്തും മേടിക്കാന്നൊക്കെ മേടിച്ചു നേരെ പോയി ഷൂട്ട് ചെയ്യുമായിരുന്നു. സോ ആ പ്രോസസ്സ് ഫൈനലി സംഭവിച്ചപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ എബിനാണേലും അവരുടെ സ്റ്റുഡിയോയിലൊക്കെ കുറേ പേർക്ക് ഇത് റിലേറ്റ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ സംഭവിക്കുന്നതും. അതെ, മെയിൻ രസം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം, ബംബ്ലിങ്ങ ഷോർട്ട് ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടൊക്കെ ബസ്സിൽ കയറുമ്പോൾ മറ്റേ 101 ഒറ്റമൂലികൾ എന്ന് പറയത്തില്ലേ, അതുപോലെ ഡേറ്റിങ്ങിൻ്റെ ഒരു ഒറ്റമൂലി ഷോർട്ട് ഫിലിമാണെന്ന് പറയാം. ഇവിടെ നമ്മുടെ പിള്ളേർ ഇത് ഗ്രേഡ് ചെയ്യാനും അസിസ്റ്റൻസിൽ നിന്ന് ഗ്രേഡ് ചെയ്തിട്ട് ഇവന്മാർ അതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നേരിട്ട് ഡേറ്റിംഗ് ആപ്പിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് മാച്ച് കിട്ടി അപ്പോൾ അത്ര റിലേറ്റബിളാണ്. അപ്പോൾ ഇപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സംഭവമാണ്. ഡേറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആൻഡ് സീരിയസ്ലി ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴേ നവീൻ ബ്രോ, എനിക്കത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റബിളാണ്. നമ്മുടെ കൂട്ടുകാരും എല്ലാവരോടും ഒരുമിച്ചിരുന്നായിരിക്കും നമ്മൾ ഇതുപോലത്തെ ഒരു പരിപാടി കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാനി ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കാണും നമ്മളെ ഇങ്ങനെ ഒരു മൂപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ടിരിക്കും, അതിലോട്ട് ലയിച്ചങ്ങ് പോകും. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ മേക്കിങ്ങും ഭയങ്കര രസമായിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോൾ നവീൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം പറയുന്നതല്ല, നിങ്ങൾ ബംബ്ലിങ്ങയുടെ ആദ്യത്തെ 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ള് കണ്ടിരിക്കും. അത്രയും കണക്റ്റിംഗ് ആണ്, അത്രയും എൻഗേജിങ് ആയിട്ടാണ് ത്രൂ ഔട്ട് പോയേക്കുന്നത്. നവീൻ ബ്രോ, നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഘടകം വരുന്നത് ഇതിൽ അഭിനയിച്ച ആൾക്കാരാണ്. അവരത്രയും കംപ്ലീറ്റ്ലി ഇൻഡൾജ് ആയിട്ട് അതിന് കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ സംഭവം ചെയ്താലും ആർട്ടിസ്റ്റ് നന്നായില്ലെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. അപ്പോൾ ഹൗ ഡിഡ് യു ഗെറ്റ് ടു ദാറ്റ് പ്രോസസ്സ്? ഇതിനെന്തെങ്കിലും ഒരു എന്താണ് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നോ? ഇതിൽ ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന വർക്കാണെങ്കിൽ പോലും ഞാൻ ഈ ഡയറക്ടറിനോടൊക്കെ ആദ്യം ചോദിക്കുന്നത് ഏത് ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓഡീഷൻ ചെയ്ത് എടുത്തതാണോ? കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ വർക്കുകൾ ആർട്ടിസ്റ്റ് അന്ന് വരും എന്ന് പറയും. ഇപ്പം ചെറിയ ക്യാരക്ടറുള്ളവരായിരിക്കും, പക്ഷെ അവർ അന്ന് വന്ന് ഇത് പാളിയെന്ന് നമുക്കൊന്നും ചെയ്യാനില്ല, അവരെ വെച്ച് തീർക്കുക എന്നല്ലാണ്ട് പിന്നെ ഡബിങ്ങിന് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തുന്ന വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ കുറേ വർക്കുകൾ ഇപ്പം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും വരുന്ന ആൾ അല്ലെങ്കിൽ ഇതിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ പാളിയാൽ നമുക്ക് ആ വർക്ക് പോലും സാർ ഇതെൻ്റെ ഫ്രെയിമാണെന്ന്, നല്ല ഫ്രെയിമാണെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അഭിനയം മോശമാണെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമമാണ് പുറത്ത് കാണിക്കാൻ. എന്നാൽ നമ്മളിടുന്ന എഫേർട്ട് സെയിം ആണ്. അത്ര ലൈറ്റപ്പ് ഏത് വലിയ ക്യാമറ എടുത്താലും വരുന്ന ആള് ഡിഫറൻസിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അത് പാടിയാൽ പിന്നെ അങ്ങോട്ടേക്ക് മേളിലോട്ട് പണിതിട്ടൊരു കാര്യമില്ല. അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സാധനത്തിൽ ഒരു രീതിയിലും ആർട്ടിസ്റ്റ് വൈസ് ഒരു രീതിയിൽ ഇത് എനിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആവണം. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് സാധനം തുടങ്ങില്ലെന്ന്. അപ്പോൾ ഇതിൽ ഫ്രം ദ മെയിൻ ക്യാരക്ടർ, ഇതിൽ പ്രഹ്ലാദ് എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ആര് ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഓപ്ഷൻ വാസ് ജോർജ് കോര. അവനായിട്ട് നമ്മൾ പ്രൊജക്ടിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതിപ്പോൾ സെറ്റ് ചെയ്യാം. അപ്പം പക്ഷേ അവൻ സമ്മതിക്കുമോ എന്നുള്ള ഡൗട്ടാണ് ഞാൻ. അപ്പം കോര ഓൾറെഡി 2 പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, കുറേ പടങ്ങൾ ഓൾറെഡി നല്ല ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അവനൊരു ഷോർട്ട് ഫിലിമിനൊക്കെ വിളിച്ചാൽ വരുമോ എന്നുള്ള ഡൗട്ട്. പക്ഷേ എന്നാലും ഓക്കെ ഫൈൻ, ഇവൻ വർക്കായില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ പോകാം, ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. കാരണം എങ്ങാനും അവൻ സമ്മതിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് പറയും. അങ്ങനെ ഞാൻ കുറേ സപ്പർ ഞാൻ ഫുൾ സ്ക്രിപ്റ്റായിട്ട് ഓൾമോസ്റ്റ് ഒരു 2nd 3rd ഡ്രാഫ്റ്റ് ഫൈനലായിട്ടാണ് ഞാൻ കോരയ്ക്ക് മെസ്സേജ് അയച്ചു. സ്ക്രിപ്റ്റ് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമാണ്. ബ്രോ ഇതോടെ ഷോർട്ട് ഫിലിം ചെയ്യുമോയെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാൽ ചെയ്യുമെങ്കിൽ ഐ ബി ഹാപ്പി ഒന്ന് വായിച്ചിട്ട് പറയാം. അത് എനിക്ക് അന്ന് തന്നെ ഒരു ഫോളോ അപ്പ് കിട്ടി. കോര വിളിച്ചിട്ട്
മച്ചാ നല്ല രസമുണ്ട് മച്ചാ, ഞാൻ എന്തായാലും ചെയ്യാം, അവൻ്റെ രീതിയിലുള്ള കുറച്ച് ക്രിയേറ്റീവ് ഇൻപുട്സ് കൂടെ പറഞ്ഞു. അപ്പം അടുത്ത ഡ്രാഫ്റ്റ് പരിപാടികളൊക്കെ സെറ്റ് ആയപ്പോഴേക്കും ഹീസ് ഓൾറെഡി ഇൻ. അങ്ങനെയാണ് കോര വന്നപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ എക്സ്പ്രഷൻസും കുറേ മൈൻഡിൽ പണിയ സാധനങ്ങളുണ്ട് ഞാൻ ആഗ്രഹിച്ച കിട്ടണം എന്നുള്ളത്. കുറേ ഒരു നിവിൻ പോളി ലൈറ്റിൻ്റെ കുറേ സാധനങ്ങൾ എനിക്ക് വേണമായിരുന്നു. അതിന് എനിക്ക് കോര ഭയങ്കര എഫേർട്ട് ഇട്ട് തന്നെ പരിപാടികളൊക്കെ. അതെ, അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സാധാരണ ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ആരെയായിരിക്കും ക്യൂട്ടായിട്ട് തോന്നുന്നു. നമുക്ക് ഗേൾസിനെ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നും. പക്ഷേ ഇവിടെ കോരയുടെ കുറേ എക്സ്പ്രഷൻസും കോരയുടെ കുറേ സംഭവം കാണുമ്പോൾ ഹായ് നല്ല കണ്ടിരിക്കാൻ നല്ല രസം. ഈ ക്യൂട്ട്നെസ് ഇനിയിപ്പോൾ കൂടുതൽ പാടായി കോരനെ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ക്യൂട്ട്നെസ് മാച്ച് ചെയ്യാവുന്ന ഒരാളെ വേണം അപ്പുറത്ത് പിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ അപ്പം എനിക്കൊന്നും ശീതലിനെ ഫസ്റ്റ് ഇതിൽ എല്ലാവരുടെയും ഫസ്റ്റ് ഓപ്ഷനിലോട്ട് പോയത് തന്നെ നമുക്ക് കിട്ടി. അയ്യോ അയാൾ കിട്ടാത്തതുകൊണ്ട് ഇയാളോട്ട് പോകേണ്ട വന്നു എന്നുള്ള സാധനം നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടില്ല. മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ ഇപ്പോൾ ശീതലിനെ ഞാൻ ഗായത്രി എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അപ്പം ശീതലിൻ്റെ ഡാൻസും പരിപാടികളൊക്കെ ഭയങ്കര എനർജി ഉണ്ട്. അന്ന് ഒരു ചാം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പം പിന്നെ ഏതോ ഷോർട്ട് ഫിലിംസും ഞാൻ കണ്ടിട്ടുണ്ട് ശീതലിൻ്റെ വർക്ക്സിൽ. അപ്പോൾ ഓക്കെ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള ക്യാരക്ടറിലാണ്. നേരെ ശീതലിനെ കോൺടാക്ട് ചെയ്യുന്നു, മീറ്റ് ചെയ്തു. സ്റ്റോറി എല്ലാവർക്കും എനിക്കൊന്നും ഈ സ്റ്റോറി തന്നെ ക്രിസ്പായിട്ട് പറയുമ്പം ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും ഒരു ക്യൂട്ട്നെസ്സും എക്സൈറ്റ്മെൻറ്റും സ്റ്റോറിയിൽ കിടക്കുന്നതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇവർ ഓൾറെഡി ഇതിൽ ഇന്നാവുന്നത്. കോരയും അങ്ങനെ ജോർജ് കോരയും ശീതലും ഇന്നായി. പിന്നെ ബാക്കി ക്യാരക്ടേഴ്സൊക്കെ ഓൾറെഡി നമ്മൾ ഓഡിഷൻ ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ കുറേ വർക്ക്സിൽ ഇവർ പാർട്ടായിട്ടുള്ളൊരു ഇപ്പം ധനിലാണെങ്കിലും സ്റ്റാനി. അപ്പം മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനെ ഫിക്സ് ആയതിനു ശേഷം പിന്നെ ക്യാരക്ടർ റോൾസിൽ അന്ന് അവരും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ത്രൂ ഔട്ടുള്ള സ്റ്റാനി അപ്പം അവൻ്റെ ഒരു ക്വക്കിനെസ്സും ഒരു തരം ഓഫ് ഇന്നസെൻസും ഒക്കെ അതിൽ വർക്കായി. പിന്നെ ധനിൽ എന്ന് പറഞ്ഞ മച്ചാൻ നമ്മുടെ അവിടെ തന്നെ പല വർക്ക്സിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അഞ്ജു ചേച്ചിയുടെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു റോളാണെങ്കിൽ ചേച്ചി വരുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ചേച്ചിയും ഫിലിംസിൽ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഉറപ്പായിട്ട് നമ്മളോട് ഇഷ്ടം കൊണ്ട് ഇത് വർക്ക് ആവണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. പിന്നെ ഇതിൽ എക്സ് ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ലിസ് മാത്യു, ഇവരെല്ലാവരും നേരത്തെ വർക്ക് ചെയ്തവരുണ്ട്. എനിക്ക് ഓൾറെഡി ഇവരൊക്കെ ആവശ്യം വരും എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ സ്റ്റിക്കർ ഇട്ട് വെച്ചിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ അവരൊക്കെ ഇതിലോട്ട് ജോയിൻ ആവുമായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് നവീനോട് പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്, എന്താ പറയുന്നത്, ഒരു ജലസി തോന്നിയിട്ടുണ്ട്. ഇയാൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ നോട്ട് ചെയ്ത് പിന്നീട് ആവശ്യം വരും, ഇത് പിന്നീട് ആദ്യം എല്ലാം പിക്ക് ചെയ്ത് വെക്കുക, ഇവരുടെ ആവശ്യം വരും, സൈഡാക്കി വെക്കാം. പക്ഷെ അത് നമുക്ക് ആർക്കും അത് തോന്നത്തില്ല. എല്ലാം പ്രോപ്പർലി നമ്മൾ മുതലാക്കും. പക്ഷെ നമുക്കൊരു എഫെക്ഷൻ തോന്നും ത്രൂ ഔട്ട്. നമ്മൾ ആളുടെ കൂടെ നിന്ന് നമ്മൾ ഗ്രോ ചെയ്യുവാന്നൊരു ഫീൽ വരും. ആൻഡ് കാസ്റ്റിംഗിലാണെങ്കിൽ നമ്മൾ സീൻസ് അപ്പം കോരോർപ്പായിട്ടും കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരുന്നത്. അപ്പം റിഹേഴ്സലായിട്ട് അധികം പോയിട്ട് നമ്മൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് കാണാം ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബാക്കി ക്യാരക്ടർ റോൾസ് ഉള്ളവർ അവരായിട്ട് മാച്ച് ചെയ്ത് പിടിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് മാക്സിമം നേരത്തെ റിഹേഴ്സൽ ചെയ്ത് മാക്സിമം അവരുടെ എഫേർട്ട് അന്ന് ഷൂട്ടിൻ്റെ അന്ന് ഒരു കറക്ഷനും വരാത്ത രീതിയിൽ എന്തൊക്കെ എക്സ്പ്രഷൻസ് വേണം എന്നുള്ളത് ഓൾറെഡി റിഹേഴ്സലിൽ പോയതുകൊണ്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് നമുക്ക് പ്രോപ്പർ ചാർട്ട് അനുസരിച്ച് തന്നെ പോയി സ്മൂത്തായിട്ട് തീർക്കാൻ പറ്റി. ഇതിലേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഡയറക്ടറായിട്ടും സിനിമാറ്റോഗ്രാഫറുമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്തപ്പോൾ അതിൽ പ്രോസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും ആൻഡ് ദർ മൈറ്റ് ബി സം കോൺസ് ആസ് വെൽ. സോ അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇതിൽ പ്രോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ദർ ഇസ് നോബഡി ടു ക്വസ്റ്റ്യൻ യു എന്നുള്ളൊരു മെയിൻ ഫാക്ടറാണ്. കാരണം ഇപ്പം നമുക്ക് ഒബ്വിയസ്ലി ചില കാര്യങ്ങൾ നമ്മൾ സിനിമാറ്റോഗ്രഫി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും ഇൻ ടൈം. ഞാൻ പറയുന്നത് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സിനിമാറ്റോഗ്രഫിയിലായിരിക്കാം. അപ്പോൾ അത് ചെയ്യുന്നു അന്നേരം ഡയറക്ഷൻ ഉറപ്പായിട്ടും ആർട്ടിസ്റ്റ് പ്രിപ്പയർ ആകുന്നുണ്ട്. അന്നേരം അത് തീർന്നതിന് ശേഷം നമ്മൾ ഡയറക്ടറിൽ കയറിയാൽ മതി. അന്നേരം അവിടെ വന്നിട്ട് ഇതിന് ഇത്രയും സമയം എടുക്കുന്നത് ആരും ചോദിക്കാനില്ല. കാരണം നമുക്കറിയാം ഇത് ഇത്രയും സമയം എടുത്താലേ ഡയറക്ടോറിയലി അത് എളുപ്പമാകത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ ബാക്കി കാര്യങ്ങൾ പാരലൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്ടോറിയലും ഇൻപുട്സും പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ഡിവിഷനിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ വിചാരിച്ചൊരു ഷോർട്ട് പരിപാടികൾ എടുത്തു, ഇനി അതിൻ്റെ ഒരു ഓപ്ഷൻ പരിപാടികൾ വേണമെങ്കിൽ തന്നെ എല്ലാം ഐ ആം ദ ഡിസൈഡിങ് ഫാക്ടർ അറ്റ് ദ സെറ്റ്. പിന്നെ ഇത് നെഗറ്റീവ് ആകെപ്പാടെ വരാൻ പോകുന്നത് അല്ല വേറൊരു പോസ്റ്റ് നെഗറ്റീവ് മെയിനായിട്ടുള്ളത് നമുക്ക് ഒരാൾ കുറ്റം പറയാൻ പറ്റത്തില്ല. മറ്റേതൊരു സാധനം പാടി അതാ ഡയറക്ടർ അത് ഇത് വേറെ ആരെങ്കിലും ഡയറക്ടറെ തിരിച്ചു പറയാം ക്യാമറമാൻ ഒന്ന് അലമ്പാക്കിയത് എഡിറ്റർ അലമ്പാക്കി ഇത് പാളിയാവും. ഐ ആം റെസ്പോൺസിബിൾ അത്രേ പറയാനുള്ളൂ. പക്ഷെ നന്നായാലും ഇതെല്ലാം ഒരാൾ ചെയ്തത് നന്നായാലും നമ്മൾ ഡെഫിനറ്റ്ലി ടീമിന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പാളുമ്പം ഇത് നമ്മൾ ഒറ്റയ്ക്ക് പിടിക്കണം എന്നുള്ളൊരു സാധനം ഞാൻ നേരത്തെ. പക്ഷെ ആ ഒരു ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ടാണ് ഓരോ ലെയറിലും നിന്നിട്ടുള്ളത്. എനിക്കൊന്നും സിനിമാറ്റോഗ്രഫി ആണ് പോലും ഇപ്പോൾ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ പോലും
ഞാൻ തന്നെ എൻ്റെ ടാബിൽ റഫായിട്ട് ഒരു സ്റ്റോറി ബോർഡ് വരച്ചിട്ട് ആ സീൻ തീർക്കുന്നുണ്ട്. അസോസിയേറ്റ്സിനെ പോലും നമ്മൾ കൂടെ നിന്ന് ഈ ആക്സസ് ആണ് തീർക്കുന്നത്. ഈ ആക്സസിൻ്റെ ഈ ഒരു 6-7 ഷോട്ട് ഉണ്ട്, അത് തീർത്തിട്ട് ഓപ്പോസിറ്റ് ആക്കും, ലൈറ്റ് അപ്പോൾ അതനുസരിച്ച് മാറും. അത്രയും പ്രീ പ്ലാൻഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ഒരു എൻറ്റയർ ടീം. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ സിനിമാറ്റോഗ്രാഫിൻ്റെ ആവശ്യം എനിക്കും പേടി. നമ്മളൊരു വലിയ പ്രൊജക്റ്റ് പിടിക്കുമ്പോൾ അത് നമ്മൾ പാനിക് ആവുമോ ഇല്ലയോ എന്നുള്ള സാധനത്തിൽ അത്രയും സ്മൂത്ത്, ഞാൻ വിചാരിച്ചേക്കാൾ സ്മൂത്തായിട്ടാണ് എനിക്കത് പുൾ ഓൺ ചെയ്യാൻ പറ്റും. കാരണം ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് പ്രീ പ്ലാനിങ് ഇല്ലാണ്ട് നമ്മളവിടെ ചെന്നാൽ ഇവർ ഇപ്പം നമുക്ക് അതായത് വി ഹാവ് ടു ഹാൻഡിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള ചേട്ടാ സ്ക്രിപ്റ്റ് ഈ ഡയലോഗ് ഇത് മാറ്റിയാൽ നമ്മളത് ഇവിടെ കൺഫ്യൂസ്ഡ് ആവും. ചേട്ടാ ലൈറ്റിങ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ വെക്കണം അങ്ങനെ, അപ്പം 2 പ്ലാൻ അപ്പം അതിൻ്റെ മൊമെൻറ്റ് നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഇത് 2 ഓൾറെഡി ഫിക്സ്ഡ് ആണെങ്കിൽ 2നെയും നമ്മളൊന്ന് കൈ പിടിച്ച് നിർത്തുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം അത് പ്രോസാണ് കൂടുതലും എന്നെ സംബന്ധിച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് വേറെ ഉണ്ടാകുന്നത് നമുക്ക് വേറൊരാളുടെ ഇൻപുട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ലോസ് ഉണ്ട്. ഇപ്പം ഞാൻ ഡയറക്ഷൻ മാത്രം ചെയ്യുന്നു, ഒരു സിനിമാറ്റോഗ്രാഫർ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിനിമാറ്റോഗ്രാഫിയുടെ, പക്ഷേ അതും നമ്മൾ ടീമായിട്ടിരിക്കുമ്പം പലയിടത്തു നിന്ന് ഇൻപുട്സ് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് ബീങ് ബാലൻസ്ഡ്. അപ്പം ഓൾറെഡി ഒരു പ്രോപ്പർ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം അത് ഞാൻ നോർമലി ഒരു സിനിമാറ്റോഗ്രാഫർ മാത്രമായിട്ട് പോകുന്ന ഷൂട്ടിനേക്കാളും ഈസി ആയിട്ട് എനിക്ക് തോന്നി. കാരണം കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അയ്യോ ഡയറക്ടർ വിചാരിച്ച ഷോട്ട് ഇപ്പുറത്തുനിന്ന് ആംഗിൾ ആണ്, ഞാൻ വിചാരിച്ച ഇപ്പുറത്തുനിന്ന്. അപ്പം അതെല്ലാം ഒരു ചെറിയ സ്റ്റോറി ബോർഡും പരിപാടി ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പോൾ ടീമിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻ അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ഈ ഡയറക്ഷൻ ടീമും സിനിമാറ്റോഗ്രാഫി ഇവർ തമ്മിലും അത്രയും സ്മൂത്ത് ആവണം. കാരണം എന്നാലേ അത് ജെല്ലായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് ഓൾറെഡി ഒരു ഹോം ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അത് വളരെ സ്മൂത്തായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു രീതിയിലും ബുദ്ധിമുട്ട് ഇല്ല. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ മൂവീസൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം പ്രീ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിന് അനുസരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പോകാൻ പറ്റും. അപ്പോൾ അവിടെ ആ മിസ്മാച്ച് അല്ലെങ്കിൽ ടൈമിൽ എന്തെങ്കിലും വന്നാൽ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അവിടെ റെസ്പോണ്ട് ചെയ്ത് ഇഷ്യൂസ് കുറവാകും അല്ലേ? നജോസ് ബ്രോ, നമ്മുടെ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ബ്രോ എന്ന് പറഞ്ഞ് ഇവനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ഷൂട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഇതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്കൊരു സിനിമ നൈസായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് വന്നു. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ക്രിയേറ്ററിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ് അയാളെ മനസ്സിൽ കണ്ട സാധനം സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അത് സെറ്റായ പിന്നെ ബാക്കിയെല്ലാം സ്മൂത്താണ്. അപ്പം പലപ്പോഴും പലരുടെയും ഇപ്പം ഒരു പടം ചെയ്തിട്ട് രണ്ടാമത്തെ പടം പിടിക്കാൻ പേടിയുള്ള കുറേ പേര് എനിക്കറിയാം. കാരണം അവരുടെ പ്രശ്നം ഇതാണ്, അയ്യോ ഞാൻ മനസ്സിൽ കണ്ട ഇതായിരുന്നു പക്ഷേ എനിക്ക് സ്ക്രീനിലോട്ട് ഇത് എത്തിക്കാൻ പറ്റില്ല. അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ടും ഡയറക്ടറിനെ മാത്രം കുറ്റം ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അത് എക്സിക്യൂഷൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, കിട്ടുന്ന ബഡ്ജറ്റിൻ്റെ വ്യത്യാസമായിരിക്കാം. പക്ഷേ ഇതിൽ എൻ്റെ വലിയ സന്തോഷം, ഇപ്പോൾ ഞാൻ ഇത് എഴുതുന്നതിന് മുന്നേ എഴുതിയ സ്ക്രിപ്റ്റാണ് ഞാൻ എൻ്റെ ഫീച്ചർ ഫിലിമിനുള്ള സ്ക്രിപ്റ്റ്. അപ്പം അത് എൻ്റെ മനസ്സിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴും എനിക്കറിയത്തില്ല ഇതിന് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം അതിനുള്ളൊരു ട്രയലാണ്. ആക്ച്വലി ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോകുമ്പം അവർക്ക് എപ്പോഴും ഓക്കെ ബ്രോ ഡയറക്റ്റ് ചെയ്ത് എന്തെങ്കിലും കാണിക്കാൻ പറയുമ്പോൾ എനിക്ക് അന്നേരം മ്യൂസിക് വീഡിയോസേ ഉള്ളൂ. ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമിന് ഫ്ലേവേഴ്സ് ഉള്ള ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടില്ല ആസ് എ ഡയറക്ടർ. അപ്പം ഞാൻ ധൈര്യമായിട്ട് കാണിക്കാം. അപ്പം ഞാൻ ഉറപ്പായിട്ടും സിനിമയുടെ 1-2 സീൻ, ഒരു കിക്ക് പോയിന്റുള്ള കുറച്ച് സീൻസ് ഉണ്ട്, അത് ഒരു ഷോർട്ട് ഫിലിം ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. കാരണം അത് എക്സാക്ട്ലി അതുപോലെ ഉള്ളതാണ്. അന്നത് എക്സ്ക്ലൂസീവായിട്ടൊരു സ്റ്റാർട്ടും എൻഡും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാൻ അതും സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് ഓക്കെ അതല്ല, ഒരു ഷോർട്ട് ഫിലിം ഒരു കംപ്ലീറ്റ് സാധനം തന്നെ വേണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഞാൻ ഇതിലൂടെ ഇതിൽ എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഇതാണ്, ഓക്കെ ഫൈൻ ഞാൻ മനസ്സിൽ കണ്ട സീൻസൊക്കെ വർക്ക് ആവുമെന്ന് തോന്നുന്ന സീൻസൊക്കെ എനിക്ക് വർക്കായി. എന്നാൽ പാളുമെന്ന് ഡൗട്ടുള്ള ചില സീൻസ് നമ്മൾ അത് വർക്ക് ആയില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താൽ എങ്ങനെ ഫിനിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ അതും എനിക്ക് വർക്ക് ആയതുകൊണ്ട് ഞാൻ പ്ലേസ്. ഇപ്പം ഇതിൽ വെണ്ണല ഭാഗ്യ എന്ന് പറഞ്ഞ സീൻ അത് നമുക്ക് ടീമായിട്ട് ഇരുന്നപ്പം ഷൂട്ട് നാളെ കഴിഞ്ഞാണെങ്കിൽ 2 ദിവസം മുന്നാണ് നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയത്. അപ്പോഴേക്കും ചാർട്ടിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഐഡിയ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം നമ്മുടെ ഫ്ലേവറിൽ നിന്ന് ഉള്ള സാധനമാണെങ്കിലും ഒരു എക്സ്ട്രാ എലിമെൻറ്റാണ്. ഇതിപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയും. പക്ഷേ അത് വരുമ്പോൾ ഈ ഭാഗ്യയുടെ ഇൻട്രോയ്ക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സീൻ അവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ആ സീൻ എടുത്തു. എന്നാൽ ആ സീൻ ഇല്ലെങ്കിൽ, അപ്പോൾ ആ സീൻ ഉള്ളപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റാനിയുടെ ക്യാരക്ടറും കോരയുടെ ക്യാരക്ടറും 2 പേരുള്ളതാണ് ഈ വെണ്ണല ഭാഗ്യമുള്ള സീൻ. എന്നാൽ വെണ്ണല ഭാഗ്യ സീൻ ഒഴിവാക്കുവാണെങ്കിൽ ഈ സ്റ്റാനിനും ഒഴിവാക്കണം, കോര മാത്രം അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള സാധനമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഷൂട്ട് ചെയ്തു. വിത്ത് ദിസ് സീൻ ഇവർ 2പേരുടെയും കോമ്പിനേഷനിലെടുത്തു.
എന്നാൽ വിത്തൗട്ട് ദ സീൻ കോര മാത്രമുള്ള ഭാഗ്യ വരുന്നു എന്നുള്ളൊരു ഇൻട്രോ, ആ ഒരു സെഗ്മെന്റ് മാത്രം. അപ്പൊ ഇതെല്ലാം ആ എഡിറ്റ് സെൻസിൽ വർക്ക് ആവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഈ വിത്ത് സീനാണ് ഫൈനൽ ഔട്ടിൽ ഇട്ടത്. കാരണം അത് ഇട്ടപ്പോൾ ഉറപ്പായിട്ടും എനിക്കത് കൂടുതൽ എൻഹാൻസ് ആവും. അപ്പൊ അത് കുറെ പേർക്ക് അത് റിലേറ്റബിൾ ആവുമെന്ന് ചോദിച്ചാൽ, പക്ഷെ എനിക്കത് വേണം തോന്നി അങ്ങനെ. അപ്പൊ അങ്ങനത്തെ കോൾസ് എല്ലാം ഇപ്പറഞ്ഞല്ലേ ഒരു സാധനം ഫെയിൽ ആവുമെന്ന് പോലും നമ്മളൊന്ന് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫെയിൽ ആയാലും അത് സേഫ് ആയിട്ട് മാറ്റിയാലും എഡിറ്റിൽ ഒരു രീതിയിലും വരാത്ത രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ എനിക്കത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞല്ലേ മനസ്സിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ആണ് ആസ് എ ക്രിയേറ്റർ ഏറ്റവും വലിയ ഹൈ. അതിലാര് കുറ്റം പറഞ്ഞാലും ഒരു 10 മില്യൺ ആൾക്കാർ കണ്ടാലും അതിനേക്കാളൊക്കെ ഹൈ കിട്ടുന്നത് നമ്മൾ മനസ്സിൽ കണ്ടൊരു സാധനം ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ലോ. അപ്പം നമ്മൾ അടുത്തൊരു സാധനം എഴുതുമ്പോൾ നമുക്കറിയാം ഓക്കെ നമ്മൾ നേരത്തെ എഴുതിയത് ഈ രീതിയിൽ വർക്കായി. അതും ഉറപ്പായിട്ടും അതിൻ്റെ ആക്യുറസി പറയാൻ പറ്റത്തില്ലെങ്കിലും പക്ഷെ വർക്ക് ആവില്ലോ എന്നുള്ളൊരു നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൽ നമുക്ക് എക്സാക്ട്ലി അത് ഉറപ്പായിട്ടും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നെയാണ്. നവീൻ ബ്രോ, നമുക്കൊരു വർക്ക് കിട്ടുമ്പോൾ, എനിക്ക് പേഴ്സണലി ആസ് എ കളറിസ്റ്റ് ഒരു വർക്ക് കിട്ടുമ്പോൾ പാലറ്റ് പിടിച്ച് വർക്ക് ചെയ്ത വർക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇതിലെന്തെങ്കിലും നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള. ആൻഡ് ബംബ്ലിങ് ഈസ് വൺ ഓഫ് ദോസ് വർക്ക്. ഇപ്പോൾ കുറേ അധികം നമ്മൾ ആ ഒരു ടീൽ ലുക്ക് നവീൻ ബ്രോയുടെ ഒരു മാസ്റ്റർ പീസാണ് യെല്ലോ, ആ ഒരു ടീൽ ബ്ലൂ എന്നുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കളർ പാലറ്റ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രീ തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു കളർ പാലറ്റ് അനുസരിച്ച് പോകണം. അപ്പം ഈ ബംബിളിൻ്റെ ആ ഒരു യെല്ലോ ലോഗോയുടെയും യെല്ലോ ഇൻഫ്ലുവൻസിലാണ് ഞാൻ യെല്ലോയും അന്ന് എനിക്ക് ഇഷ്ടമുള്ള ഈ ടീൽ ഈ ഒരു റോം കോമിനൊക്കെ എപ്പോഴും ചേരും എന്നുള്ള രീതിയിൽ ഇപ്പം ലൂക്കയിലൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ടീൽ വർക്കൗട്ട് ആവുന്നത്. അങ്ങനെ ടീൽ യെല്ലോ കുറെ ടീൽ ഓറഞ്ച് കുറെ കണ്ടിട്ട് ടീൽ യെല്ലോ ഇതിൽ വർക്ക് ആവുന്നതാണ് ഫീൽ ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഇപ്പം അതിനൊന്നും അങ്ങനെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ല. ഞാനും നമ്മുടെ 2 പിള്ളേരും പോയി കോസ്റ്റ്യൂംസ് മേടിച്ചു. ബെഡിലുള്ള ബെഡ്ഷീറ്റ് പില്ലോ കവർ എല്ലാം നമ്മൾ ബ്രോഡ്വേയിൽ പോയി കളർ പാറ്റേൺ അനുസരിച്ച് മേടിച്ചിട്ട് വരുമായിരുന്നു. ഫൈനലി നമ്മൾ ആദ്യം ഇതുപോലെ വൈറ്റ് കളറാണ് നമ്മുടെ റൂമിൻ്റെ വാള്, അത് ടീലടിച്ചാൽ സൂപ്പറായിരിക്കും എന്നുള്ളൊരു ആർത്തിയിലാണ് ഞാൻ ഫൈൻ റൂം അങ്ങ് പെയിൻ്റ് അടിക്കുക. ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണറിനോട് പെർമിഷൻ മേടിച്ചിട്ട് വേണം നമ്മൾ റൂം പെയിൻ്റ് അടിക്കാൻ. പിന്നെ ഇതുപോലെ ലൊക്കേഷൻ തപ്പി നമ്മൾ പോയിട്ട് ഫൈനലി നമുക്ക് റൂമിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ് തീരുമാനിച്ചു. കാരണം നമുക്ക് ഈ ആ ഒരു എഡിറ്റ് ഷൂട്ട് എനിക്ക് വേണമായിരുന്നു, ഇതിൻ്റെ അടുത്ത് തന്നെ റൂം. അപ്പം അങ്ങനത്തെ ഒരു ജോഗ്രഫിയിൽ റൂം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഹൗസ് ഓണറൊക്കെ സീനാക്കുമോ എന്നുള്ള പേടിയിൽ അവിടെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഫൈനലി വേറെ ഒന്നും കിട്ടിയാത്തതുകൊണ്ട് ഇത് തന്നെ ചെയ്തു നമ്മൾ. ഇവിടെ നമ്മൾ പെയിൻ്റ് അടിക്കുക എന്നുള്ള ഡിസിഷൻ എൻ്റെ മാത്രം ഡിസിഷനായിരുന്നു. അപ്പം പെയിൻറ്റ് ചോദിച്ചാൽ അവരിനി വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്തായാലും ഷൂട്ട് ഒരാഴ്ചക്ക് മുന്നേ തീരുവാണ്. അപ്പം ഒരാഴ്ച കഴിഞ്ഞാണ് ഷൂട്ട് തുടങ്ങും. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനും ആർട്ടിൽ നമ്മുടെ അനി ജെഫ് എന്ന് പറഞ്ഞ നമ്മുടെ അസിസ്റ്റൻസ് എല്ലാവരും കൂടെ റൂം ഫുൾ അങ്ങ് പെയിൻ്റ് അടിച്ചു ടീൽ കളർ. അപ്പുറത്ത് ഫുൾ സാധനങ്ങൾ, വോളൊക്കെ ഓൾറെഡി ബ്രൗൺ, പക്ഷേ ഡോറൊക്കെ ബ്രൗൺ ആയിരുന്നു. അതൊക്കെ വൈറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ അടിച്ചു. അന്ന് വൈകിട്ട് ഹൗസ് ഓണർ വന്നു, എന്താണ് ഇവിടെ പെയിൻ്റ് അടിയൊക്കെ, വളരെ ചെറിയ കുറച്ച് വീഡിയോസ് എടുക്കാൻ. പെയിൻ്റ് അടിയൊന്നും പറ്റത്തില്ല, ഇത് നാളെ തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ചർച്ചയാണ്. ആരും വെക്കണ്ട, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. താഴെ വിളിച്ചു ഇവിടെ കം ടു മൈ റൂം സ്കീമിൽ. ഞാൻ താഴെ പോയി ഇവരൊക്കെ നമുക്ക് നവീൻ ചേട്ടൻ സെറ്റാക്കും എന്നുള്ള രീതിയിൽ താഴെ പോയിട്ട് പിന്നെ ഇവർ മേടിയത് കാണുന്നു, കാര്യം പിടിക്കുന്നതാണ്. ചേട്ടാ ഇത് കാശൊക്കെ മേടിച്ച് ചെയ്യുന്ന വർക്കാണ്, പ്ലീസ് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ സ്കീമിലാണ്. അങ്ങനെ ഹൗസ് ഓണറായിട്ട് അത്യാവശ്യ രീതിയിൽ അന്നൊരു ക്ലാഷ് ആയിരുന്നു. അപ്പോൾ അടുത്ത മാസം ഇനിയിപ്പോൾ വേറെ റൂമൊക്കെ തപ്പണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവരും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഫൈനലി ആ കളർ പാലറ്റ് ഒന്ന് ഫൈറ്റ് ചെയ്ത് പിടിച്ചൊരു സാധനമാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വർക്ക്ഡ് ഔട്ട് റിയലി വെൽ എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ഇഷ്ടം. അപ്പം അത് നിങ്ങൾ കണ്ടാലും മനസ്സിലാവും. ബംബ്ലിങ്ങയുടെ സ്റ്റാർട്ടിങ് പോർഷൻസിൽ എല്ലാം കാണിക്കുന്ന റൂം നമ്മുടെ റൂമാണ്. റൂമിൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ പാടെന്താ വെച്ചാൽ മറ്റേ ഷൂട്ട് കഴിഞ്ഞു റൂമിൽ പോയിട്ട് കിടക്കാം എന്നുള്ള സാധനം. ഇത് ഷൂട്ട് കഴിഞ്ഞ് ബാക്കപ്പ് പറയുമ്പോൾ ലൈറ്റ് സാധനങ്ങളെല്ലാം അവിടെ തന്നെയാണ്. അത് മാറ്റാനുള്ള ത്രാണി പോലും ഇല്ല. കാരണം നമ്മൾ ഇപ്പം അന്ന് ഷൂട്ടിൻ്റെ ഇടയ്ക്കും ഒരു പ്രാവശ്യം നമ്മൾ ജനറേറ്റർ ലൈറ്റ് ഒന്നും വെക്കില്ല കേട്ടോ, ചെറിയ 2 ലൈറ്റ് പുറത്ത് വെക്കുന്നുള്ളൂ. ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെള്ളമായ പരിപാടി. ഹൗസ് ഓൺ നോക്കിയപ്പം ജനറേറ്റർ ഓൺ ആക്കുന്നു, പുറത്തുനിന്ന് ലൈറ്റ് വെക്കുന്നു. മൊത്തം അവർക്കൊരുമാതിരി സറണ്ടർ ഫീലിംഗ് ആണ്. അപ്പം എന്നിട്ട് മറ്റേ ഷൂട്ട് നിർത്താമെന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് നമ്മളൊരു 9:00 തീരേണ്ട ഷൂട്ടാണ്. അടുത്ത ദിവസം മോർണിംഗ് 5:36 പോകണം ട്രാവൽ ഷൂട്ട് സാധനങ്ങൾ എടുക്കാൻ. അപ്പം അന്ന് ഹൗസ് ഓണറായിട്ട് വീണ്ടും കുറച്ച് കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും കുറച്ച് സമയമായി. അങ്ങനെ 2-3 മണിയൊക്കെ കഴിഞ്ഞാണ് ഷൂട്ട് തീരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഇതെല്ലാം മാറ്റി വെക്കുക, നോക്കുക, ലൈറ്റ് ഓഫ് ആക്കി അവിടെ കിടക്കുക. അടുത്ത ദിവസം രാവിലെ വീണ്ടും അവിടെ ഷൂട്ട് ചെയ്യുക.
അപ്പം അങ്ങനെ ഒരു ഹോം ഫീലിംഗ് ഷൂട്ടായിരുന്നു മൊത്തം സാധനങ്ങൾ. പക്ഷേ ഈ കളർ പാലറ്റ് എപ്പോഴും പിടിച്ചാൽ എനിക്കിഷ്ടം ഈ ഒരു സാധനം നമ്മൾ ലൈക്ക് ഈവൻ ഇഫ് യു ഡോണ്ട് സീ ദ എൻ്റയർ ഷോർട്ട് ഫിലിം, നമ്മൾ ഈ ഷോർട്ട് ഫിലിം ഏതെങ്കിലും പോർഷൻ എവിടെയെങ്കിലും കണ്ടാലും ആ കളർ പാലറ്റ് വിൽ ബ്രിങ് യു ടു ദ ഷോർട്ട് ഫിലിം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ചില മൂവി, ഇപ്പം ഗപ്പി വന്ന മൂവിയൊക്കെ ഒരു ഓറഞ്ച് കളർ നമ്മൾ എവിടെ ആ ഫ്രെയിം എവിടെ ഏത് റീലിൽ കണ്ടാലും ഇത് ഗപ്പിയുടെ നമുക്ക് ഹിറ്റ് ചെയ്ത് പറയാം, ആർട്ടിസ്റ്റ് വേറെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ കളർ പാലറ്റ് കൊടുക്കുമ്പോൾ അത് പ്രോഡക്റ്റിനുള്ളൊരു ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ്നെസ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഗ്രേഡ് ചെയ്യുമ്പോഴാണ് ഒരു കളർ പാലറ്റ് പിടിക്കുമ്പം ഓവറോൾ വിഷ്വൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു എൻറിച്ച് ആയിട്ട് വരും. ഏതെങ്കിലും കളറാണെങ്കിൽ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ എബിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ആ കളർ പാലറ്റ് പിടിച്ചതിന് ശേഷം എബിനെ കൊണ്ട് ഇഷ്ടംപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. പണിയെടുപ്പിക്കലോട് നമ്മൾ ഒരു സാധനം ഫിക്സ് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ഫിക്സ് ആവുന്നവരെ ഫുൾ ഫ്രീഡത്തിൽ എബിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എബിന് സമ്മതിച്ചിട്ടുള്ളൂ. നമ്മളിങ്ങനെ ട്രൈ ചെയ്യും, ഓക്കെ ഇത് ഫിക്സ് ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒന്നും അതൊന്ന് മാറ്റി പിടിക്കാം, ഈ ഒരു ലെറ്റർ ട്രൈ ചെയ്ത് വേറെ ഷാഡോസ് താത്ത് വെക്കാം. അങ്ങനെ ഈ ഇപ്പം കാണുന്ന കളർ പാഡിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഫൈനൽ റിസൾട്ടിൽ എനിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും ഗ്രേഡിംഗ് വൈസും തന്നെയാണ്. തുടക്കം തൊട്ട് എൻ്റെ ഇപ്പം എനിക്കൊന്നൊരു 95% വർക്ക്സും എബിനായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ചിലത് ഡയറക്ടോറിയൽ അല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻ ഹൗസിന് അവരുടേതായ കളറിസ്റ്റ് ഉള്ളപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത മിക്ക വർക്ക്സും എബിൻ്റെ അടുത്ത് കഴിയുമ്പോൾ എനിക്കുള്ള ഫ്രീഡം അതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്തുന്നവരെ എബിൻ കാണും, അല്ലാണ്ട് അയ്യോ തിരക്കാ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിർത്തിയിട്ടില്ല. അപ്പം ആ ഒരു ഫ്രീഡമാണ് ഞാൻ എപ്പോഴും സ്റ്റുഡിയോ ഹ്യൂവിൽ വിശ്വസിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി എപ്പോഴും കാണും. നമ്മൾ 4 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിലും നമുക്ക് ആ ക്വാളിറ്റി, നവീൻ തരുന്നൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയ്ക്ക് ഇഷ്ടമാണ് നവീൻ്റെ ഓരോ ഫ്രെയിംസ് നമുക്ക് വെക്കാം, നമുക്ക് കറക്റ്റ് അറിയാം. നവീൻ്റെ അടുത്തൊരു ഫ്രെയിം ഉണ്ടെങ്കിൽ അത് നമുക്ക് പക്ക ഷോറീലിൽ വെക്കാം, 4 പേരെ കാണിക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു സാധനമുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നവീൻ നമുക്ക് 100% തരും. നീ ചെയ്തോ, അത് കഴിഞ്ഞ പുള്ളി വന്നൊരു ഇരിപ്പട്ട് അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ആളുടേതായ ഇൻപുട്ട് ഇങ്ങനെ മതി, പിന്നെ ഇത് വേണ്ട, ഇതിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്ത് നോക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് വർക്ക്സ് ഔട്ട്. അപ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിതിൽ എനിക്കും പറയാം എൻ്റെ ബെസ്റ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണുക, കളേഴ്സിനെ പറ്റി അഭിപ്രായം പറയുക, സിനിമാറ്റോഗ്രഫിയെ പറ്റി അഭിപ്രായം പറയാം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബംബ്ലിംഗ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്താണ്, ടെക്നിക്കൽ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടു, ഇമോഷണലി സ്ക്രിപ്റ്റ്. ഇത് തന്നെ എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് റിവ്യൂസിനെ അപ്രിഷ്യേറ്റ് ആണ്. എനിക്ക് നല്ലതാണെന്ന് നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് നല്ലത്, എന്നാൽ മോശമായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേഷനിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അത് പുറത്തുനിന്ന് ഒരാൾ ഇപ്പം ഇതിനിപ്പോൾ നിങ്ങൾ കാണുന്ന വേർഷൻ തന്നെ മാക്സിമം ഇപ്പം ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ റൈറ്റേഴ്സ്, ഇപ്പം ഞാൻ ജസ്റ്റിൻ ബ്രോയായിട്ട് ക്ലോസ്, അപ്പം അവരൊക്കെ കാണിച്ച് അവരൊക്കെ അപ്രൂവൽ എനിക്ക് വേണം, ബ്രോ ഇത് വർക്കായി. എന്നാലും ചില സാധനങ്ങൾ ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്, ഇത് വർക്കായില്ല എന്ന് അവർ പറയുമെങ്കിൽ പോലും വേറെ ഫാക്ട് ഇപ്പം ഒരു ഔട്ട് ഓഫ് 10 ഇപ്പം നമ്മൾ വെച്ചേക്കുന്ന ഒരു മീറ്റർ ഒരു 8 അല്ലെങ്കിൽ 9 ആയിരിക്കും ഒരു സാധനം വർക്കാവാൻ. പക്ഷെ വേറെ പലർക്കും ഇപ്പോൾ നമ്മൾ ദിസ് ഇസ് ഫോർ ദ ഹ്യൂജ് ക്രൗഡ് റൈറ്റ്, വേറെ പലർക്കും ആ മീറ്റർ നമ്മുടെ ഒരു മീറ്ററിൽ 4 ആയിരിക്കും, അവർക്ക് ഇത് വർക്കായി എന്നുള്ള സാധനം. അപ്പം നമ്മൾ അത്രയും ക്രിട്ടിക്കലായിട്ട് വർക്കാവാത്ത എല്ലാം കളയണമെന്നും ഞാൻ വാശി പിടിക്കത്തില്ല. ഇതിൽ ആക്ച്വലി വർക്കാവില്ല എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾ കാണുമ്പം അറിയാവുന്ന കുറച്ച് ചെറിയ ഇപ്പം സീനിനെ ബാധിക്കുന്നല്ല, ചെറിയ എലിമെന്റ്സ് ഉണ്ട്. പക്ഷെ അതെനിക്ക് ഒരു കോൾ ഫ്രം ദ ക്രൗഡ് എടുക്കണമെന്നുണ്ട്. അത് ശരിക്കും എല്ലാവർക്കും വർക്കാവാണ്ടിരുന്നിട്ടുണ്ടോ, അതോ ചിലർക്ക് വർക്കായി ചിലർക്ക് വർക്കാവാണ്ടാണോ ഇരുന്നതെന്നൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആക്ച്വലി ഇത് യൂട്യൂബ് റിലീസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലയിടത്തും പിച്ചിങ് പോയപ്പോൾ ഇതുപോലെ ഹോട്ട്സ്റ്റാർ അങ്ങനത്തെ ചാനലുകൾ ചിലപ്പം ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് ഫോർ എ ഗുഡ് റേറ്റ് എന്നുള്ളത് ചെല്ലുമ്പം അവിടെ ഇപ്പം ഞാൻ കൺഫ്യൂസ് ആവും. ഇപ്പം ഹോട്ട്സ്റ്റാറിൽ കൊടുത്ത് ഇപ്പം ആരാണ് ഇത്ര എഫേർട്ട് ഇട്ട് അവിടെ പോയി, ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് അടുത്തൊരു വർക്കിലോട്ട് ഒരു ജനങ്ങളുടെ പൾസ് അറിയാം. ഇതെന്തായാലും തിയേറ്റർ റിലീസൊന്നും ആയിരിക്കില്ല, ഉറപ്പായിട്ട് പ്രിവ്യൂ ഒരെണ്ണം വെക്കുമായിരിക്കും. ബട്ട് ഫോർ ദ കോമൺ ക്രൗഡ് ഇറ്റ്സ് ഓൺ യൂട്യൂബ്. അപ്പം അതിലുറപ്പായിട്ട് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള സാധനമാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി റിവ്യൂസ് എന്താണെന്ന് കിട്ടിയാലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വർക്കാവില്ല എന്ന സാധനം എങ്ങനെ ആൾക്കാർക്ക് വർക്കായി. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഡെഫിനറ്റ്ലി ഒരു ക്രിയേറ്ററിന് ഹെൽപ്ഫുൾ ആവുന്ന ഫാക്ടറാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നവീൻ ബ്രോ, ഇതിനകത്ത് 1-2 ട്രാൻസിഷൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മറ്റേ
ബിഹൈൻഡ് പഴയ സീനിൽ നിന്ന് എക്സ് ഗേൾ ഫ്രണ്ടിൽ നിന്ന് നേരെ പ്രസൻറ്റിലോട്ട് പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് വർക്ക്ഔട്ടായി. അതിൻ്റെ എന്തായിരുന്നു തോട്ട് പ്രോസസ്സ്? ആക്ച്വലി എനിക്കത് നമ്മൾ ലൊക്കേഷൻ ഹണ്ടിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ പൊസിഷനിങ് ഒന്ന് നോക്കും. അപ്പം ഞാൻ ഹാനോ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ജോയൽ ഇതിൽ ചീഫ് അസോസിയേറ്റ് ഓപ്പറേറ്റിംഗ് ക്യാമറ എടുക്കും. ഞങ്ങൾ 3 പേരാണ് അപ്പം മെയിൻലി. പിന്നെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വിഷ്ണു, അങ്ങനെ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളവർ ലൊക്കേഷൻസിൽ പോയി നമ്മളൊന്ന് പ്ലാൻ ചെയ്യും. കാരണം ഇവരൊക്കെ എഡ്യൂക്കേറ്റ് ആക്കിയാൽ എനിക്ക് അന്ന് സ്ട്രെസ് റിലീഫായിട്ട് നിൽക്കാം. എവിടെ ആർട്ടിസ്റ്റ് ഇരിക്കണം, എവിടെ നിന്നായിരിക്കും എൻട്രി, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തത്. അന്നേരം എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. നമ്മൾ നോർമലി നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഒരു റിപ്പിഡ് എഫക്റ്റ് ഇട്ട് ഫ്ലാഷ് ബാക്കിൽ പോകുക, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എഡിറ്റ് ഗിമിക്ക് വെച്ചാണ് നോർമലി ഞാനും ഫ്ലാഷ് ബാക്സ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലെനിക്ക് തോന്നിയത് ഓക്കെ ഫൈൻ, ഹീസ് സിറ്റിംഗ് ദെയർ, ഹീസ് വാച്ചിങ് ദം ടോക്കിംഗ്. അപ്പം അത് പോസിബിൾ ആണ്. ഇവൻ്റെ POV കാണിച്ചിട്ട് അത് കാണിച്ചാൽ മതി. പക്ഷേ തിരിച്ച് ഇതിലോട്ട് വരണമെങ്കിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഓക്കെ ഫൈൻ, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഞാൻ അവിടുന്ന് ചുമ്മാ ഫ്രെയിം വെച്ചപ്പം ആക്ച്വലി ലിസ് എന്ന് പറയും, ആ ക്യാരക്ടറും റേച്ചൽ എന്ന് പറഞ്ഞ ക്യാരക്ടറും അവർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആക്ച്വലി നമുക്ക് കാണിക്കാണ്ട് തന്നെ അത് പിടിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ആ ഫ്രെയിം ഒന്ന് വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചോദിക്കും ഫൈൻ, ഇതുവരെ അവരുടെ കോൺവെർസേഷൻ നടക്കട്ടെ, ആ ലാസ്റ്റ് ഡയലോഗ് പറയുന്നതിന് മുന്നേ ഇവരെ പിടിച്ച് അവിടെ പ്ലേസ് ചെയ്ത മാസ്കിൽ വെച്ചാൽ ഇവരത് കാണുന്നതായിട്ട് നമുക്ക് തോന്നും എന്നുള്ളൊരു സാധനം. അപ്പോൾ അത് ഗിമിക്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, വെരി ബേസിക് എഡിറ്റ് കട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു കോട്ടായിട്ട് നടക്കുന്ന സാധനമാണ്. ഇതുപോലെ ദ കട്ട് അറ്റ് ദ റൈറ്റ് ടൈം ഇസ് ദ ബെസ്റ്റ് ട്രാൻസിഷൻ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതെനിക്കും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി. വളരെ സിമ്പിളായിട്ട് ആ പ്ലേസ്മെൻറ്റിൽ തന്നെ നമുക്ക് ലുക്ക് ഓൾറെഡി ഒരു കൊടുത്തുകൊണ്ട് നാച്ചുറൽ ഈ സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സീൻ്റെ എക്സ്റ്റൻഷനാണെന്ന് വിചാരിക്കും. പക്ഷേ അവിടെ ഒരു സീൻ ചേഞ്ചും ചാർജറും കൊടുത്തപ്പോൾ അത് എനിക്ക് നന്നായിട്ട് വർക്കായി. അങ്ങനെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ അതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾ ആ ഫോണിലെടുത്ത സാധനം വെച്ചിട്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, ടിക്ക് വർക്കായി. അവിടെ അതേപോലെ തന്നെ ഒന്ന് കട്ടിലുള്ള സംഭവമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അവിടെ ഒരു കളർ ട്രാൻസിഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ചെറിയ ഷിഫ്റ്റ് മോഡ് കറക്റ്റ് പാസ്റ്റ് പ്രസന്റ് എന്നുള്ള ഒരു സാധനം നമ്മളവിടെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണം, അതിൻ്റെ ബ്രേക്ക് ഡൗൺ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്. അതിനെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം, അങ്ങനെ ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. നവീൻ ബ്രോ, അടുത്ത അതിനകത്ത് വേറൊരു എഫക്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് സ്ക്രീൻ. നല്ല നൈസായിട്ട് ഇടയ്ക്കൊരു ഡോണ്ട് ക്രോസ് ഇട്ടിട്ട് അവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്നത്. ഒന്ന് ആ ഒരു ട്രാൻസിഷൻ നല്ലതായിട്ട് വർക്കൗട്ടായി. പിന്നെ ഇമോഷണലിയും ഇയാൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഈ ലൈഫിലോട്ട് വരുന്നതൊക്കെ രസമുണ്ടായിരുന്നു. അതിൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം എഴുതി കഴിഞ്ഞപ്പം ഞാൻ ചാർട്ടിങ്ങിലിരിക്കുക. ചാർട്ടിങ്ങിലിരിക്കുമ്പോൾ ആക്ച്വലി കോരയുടെ എനിക്കൊന്ന് 3 ദിവസവും ശീതളിൻ്റെ ഒരു 2 ദിവസം ടോട്ടൽ വരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷൻ ആക്ച്വലി ഇല്ല. ഇപ്പോൾ നോക്കിയാൽ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ആക്ച്വലി അവർ ഒന്നിച്ച് ഫ്രെയിമിൽ വരുന്ന സീന്. ബാക്കിയെല്ലാം ഇവിടെ ഫോൺ കോൾ ചെയ്യുന്നു, അവിടെ ഫോൺ കോൾ ചെയ്യുന്നു, ഇവിടെ ചാറ്റ് ചെയ്യുന്നു, അവിടെ ചാറ്റ് ചെയ്യുന്നു, അങ്ങനെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവരുടെ പ്രസൻസ് കൂടുതൽ വേണം തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വെഡ്ഡിങ് സീനിൽ ഇവന് വീഡിയോ എഡിറ്ററായിട്ടാണ് റോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ആ വെഡ്ഡിങ് സീൻ അങ്ങനെയാണ് ഇവരുടെ കോമ്പിനേഷൻ കുറച്ചുകൂടി വേണമെന്ന്. അതുപോലെ തന്നെ നോർമൽ സ്പ്ലിറ്റ് സ്ക്രീൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവർ ചാറ്റ് ചെയ്യുന്നു. പക്ഷെ അതല്ലാണ്ട് അത് ഈ രണ്ട് വേൾഡായിട്ട് നിൽക്കുന്നതാണ് സംഭവം. അപ്പോൾ ഇവൻ്റെ വേൾഡിൽ നിന്ന് ഇവൻ അവളുടെ വേൾഡിലോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ബട്ട് ഷീസ് ബീൻ എന്താ പറയുക റെസ്ട്രിക്റ്റിംഗ് ദാറ്റ്. അപ്പോൾ ഇവൻ്റെ സോങ്ങിൻ്റെ അകത്ത് ഇവൻ്റെ ഒരു വൈൽഡ് ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നതാണ് ഈ വേൾഡിൽ നിന്ന് അപ്പുറത്തോട്ട് ട്രാൻസിഷൻ ആണ്. അത് ആക്ച്വലി അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലായിരുന്നു. കാരണം ആ കട്ടിംഗ് പോയിന്റ് എക്സാക്റ്റ് ആയിട്ട് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ യൂസ് ചെയ്ത ഫോർമാറ്റ് ഇതുപോലെ ചുമ്മാ ഒരു നോർമൽ ക്ലിയർ ഷീറ്റ് എടുത്തിട്ട് അതേപോലെ ഫ്രെയിം വരയ്ക്കുമായിരുന്നു. ഫസ്റ്റ് ഫ്രെയിം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ വരും. അപ്പം ഹാൻഡിൻ്റെ പൊസിഷൻ ഇതാണ്, ഹെഡിൻ്റെ പൊസിഷൻ ഇതാണ്, ഈ റേഞ്ചിൽ കിട്ടണം. ഈ സെയിം സാധനം ഹാഫ് ആക്കുമ്പം എവിടെയാണ് ബോഡി വരേണ്ടത് അത് വെച്ചിട്ട് വേണം അടുത്ത സീൻ. അതെടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഓരോ സീനിനും നമ്മളത് മാർക്ക് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഷോട്ടിന് ഈ പേപ്പർ വേണം എന്നുള്ള സാധനം. അപ്പം അങ്ങനെയാണ് നമ്മളത് വീണ്ടും വെച്ചിട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലെ സീൻ എടുക്കാൻ നേരത്തും ഈ സെയിം പാസിങ് 2 പ്രാവശ്യം എടുക്കണം. ഇപ്പുറത്തെ എടുത്തതിന്റെ കണ്ടിന്യൂറ്റിയിലാണ് അപ്പുറത്തോട് പിടിച്ചത്. അങ്ങനെ അത് സ്മൂത്ത് ആയിട്ട് കിട്ടി. അതുപോലെ പിടിക്കുന്നേക്കാൾ കൂടുതൽ ഇവർ രണ്ടുപേരും ഡേറ്റ് ഒന്നിച്ച് കിട്ടാണ് ഏറ്റവും പാട്. കാരണം ആക്ച്വലി അന്ന് ശീതളിന്റെ മാത്രം പോർഷൻസ് ആണ് ചാർട്ട് ചെയ്തത്. അപ്പം കോര ഞാൻ ആക്ച്വലി അപ്പം സേഫ് ആയിട്ട് ഈ ട്രാൻസിഷൻ എന്തായാലും വേണം. അപ്പൊ ശീതളിനും കോരയുടെ എടുക്കുന്ന ദിവസം നമ്മൾ ഒരു ബസ് സ്റ്റോപ്പ് വെച്ചത് ആദ്യമായിട്ട് എടുത്തു. വീട്ടിൽ നിന്നുള്ളത് കോരയുടെ ഓൾറെഡി എടുത്തു. പിന്നെ ബസ് സ്റ്റോപ്പിൽ ശീതൾ വെയിറ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആദ്യം എടുത്തത്. അപ്പം ഞാൻ സേഫ്റ്റിക്ക് എടുത്തു. അപ്പം ഇവൻ ചോദിച്ചത് ഇത് ആക്ച്വലി എനിക്ക് ശീതളിന്റെ വീട് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ട്രാൻസിഷൻ വേണ്ടത്. അപ്പം അത് ഇതിലിപ്പോൾ തൽക്കാലം എടുത്തതേ ഉള്ളൂ. അപ്പം
എനിക്കുന്ന ഒരു ഡയറക്ടറോട് ആയതുകൊണ്ട് അവന് മനസ്സിലായി ഓക്കെ ഫൈൻ ശരിയാ, ഇത് അവളുടെ സോൺ കാണിക്കണമെങ്കിൽ അവളുടെ വീട് കാണിച്ചാൽ ഇവൻ അവിടെ എൻ്റർ ആയെന്ന് കാണിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു സീനിന് വേണ്ടി മാത്രം അന്ന് ഘോര വീണ്ടും ആ പരിപാടി ഒറ്റ ഷോട്ട് എടുത്തു, ഘോര പോയി. അങ്ങനെയാണത് വർക്കൗട്ടായി കിട്ടിയത്. അതുകൊണ്ട് ആ ഒരു കംപ്ലീഷനിലെത്തി എനിക്ക്. ആൻഡ് മോറോവർ ഇതിനകത്ത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം VFX പോർഷൻസ് ഉണ്ട്. വലിയ VFX അല്ല, കുറേ മോഷൻ ഗ്രാഫിക്സ് എലിമെൻറ്റ്സ്. അത് പക്ഷേ വെച്ചിരിക്കുന്നതും അത് കൺസീവ് ചെയ്തേക്കുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലേ? ആ ബംബ്ലിങ്ങിൽ ഓരോന്ന് ബമ്പിൾ നമ്മൾ റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു, വെള്ളത്തിൽ പോയി വീഴുന്നു, അതൊക്കെ അതിൻ്റെ എങ്ങനെയായിരുന്നു ഒരു തോട്ട് പ്രോസസ്? ബേസിക്കലി ആദ്യം CG വരും എന്ന് വിചാരിച്ചോളൂ. ഫോൺ സ്ക്രീൻ മാത്രം നമ്മൾ കാണാം, അതെന്തായാലും വരും എന്ന് പറയാം. ഇൻ്റർഫേസും കാര്യങ്ങളും നമുക്ക് ആ ടെക്സ്റ്റും അതനുസരിച്ച് മാറ്റം എന്നുള്ളത്. ഈ ഷോർട്ട് ഡിവിഷനിൽ കുറച്ച് എനിക്ക് ഈ ലവ് ടുഡേ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. സിമ്പിൾ കാര്യങ്ങൾ തന്നെ അവർ ഇച്ചിരി ക്വോക്കിയായിട്ടാണ് മൊത്തം ട്രീറ്റ്മെൻറ്റ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ പോലും ഒരു റോം കോം ആണ്, വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നെങ്കിലും ഒന്ന് യൂട്യൂബ് ഓഡിയൻസ് ആണ്, ഒരു പരിധി കൂടുതൽ ഇരുത്തി കിട്ടാൻ പാടാണ്. അപ്പം എന്തെങ്കിലും കുറച്ച് ക്വോക്കി സാധനങ്ങൾ വേണമെന്നറിയാം. ലൈക്ക് നോർമലി കാണാത്തതിൽ നിന്ന് കുറച്ച് ഇത് കൊള്ളാമല്ലോ എന്ന് കാണാൻ തോന്നുന്ന സാധനങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പം ലൈക്ക് വിഷ്വലി ഒരു സാധനം പോയാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ഈ എയറോപ്ലെയിൻ വിടുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ജസ്റ്റ് ഇമാജിൻ. പിന്നെ അപ്പുറത്ത് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് ഓക്കെ വെള്ളത്തിൽ വീണു. അപ്പോൾ ഇപ്പുറത്തെ ഒരു കൗണ്ടർ കാണിക്കും, ആ വെള്ളത്തിൽ വീണ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി മുങ്ങിപ്പോകുന്നു എന്നുള്ള സാധനങ്ങളാണ് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് CG ഇതിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട രണ്ടുപേരാണ്, സബിനും അജയ് എന്നും പറഞ്ഞിട്ടുള്ള രണ്ടുപേരും. ഇവർ ആക്ച്വലി ഇതിൻ്റെ CG ഒരാളും മോഷൻ ഗ്രാഫിക്സ് അജയുമാണ് ചെയ്തത്, CG സബിനാണ് ചെയ്തത്. ഇവർ ആക്ച്വലി മൂവീസിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പം ഇതിന് മൊത്തം എനിക്കൊന്ന് റേറ്റ് ഡ്യൂറേഷൻ വെച്ചിട്ടൊരു 1 lakh+ കോട്ടുണ്ട് പുറത്തുനിന്ന് CGയുടെ റേറ്റ്സ് ചോദിക്കുമ്പോൾ. അപ്പോൾ ഇവരൊക്കെ വളരെ മിനിമലായിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ ഇത്ര എഫേർട്ട് ഇടുന്നുകൊണ്ട് കണ്ടിട്ടാണ് അത്രയും രാവും പകലും. അപ്പോൾ CGയും DIയും മ്യൂസിക്കും ബാക്കി നടക്കുമ്പോൾ എൻ്റെ രാവിലെ ഇറങ്ങും പല്ലും തേച്ചിട്ട് DI ഓക്കെ ഈ സ്ലോട്ട് ഇവിടെ, CG അവിടെ, അങ്ങനെ 2-3 മണിക്ക് തീരുന്ന ഒരു പരിപാടിയായിരുന്നു മൊത്തം. സോ കുറേ ഗ്രൂപ്പ് എഫേർട്ട് എല്ലാം ക്രിയേറ്റീവ്ലി ഇതിന് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. വിഷ്വലി ആ CG എലിമെൻറ്റ്സ് ഇപ്പം ചെറിയ പോപ്പപ്സ് ആണെങ്കിലും ടെക്സ്റ്റിനാണെങ്കിലും എല്ലാം വന്നപ്പം ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ അതൊരു ഇത് കൊള്ളാലോ എന്നുള്ള റിച്ച്നെസ് എൻഗേജിങ് ആക്കാൻ കുറേ ഹെൽപ്ഫുൾ ആക്കി മോഷൻ ഗ്രാഫിക്സ് എലിമെൻറ്റ്സ് ഒക്കെ. ഈ മോഷൻ ഗ്രാഫിക്സിൽ ഏറ്റവും കൂടുതൽ വർക്ക് ആവുമോ ആവില്ല എന്ന് തോന്നിയ ഏതെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ എല്ലാത്തിനും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ വെള്ളത്തിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ രസമുണ്ട്, പക്ഷേ അത് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്ര സൈസിൽ പരിപാടി ഇതുവരെ നമ്മൾ തന്നെ കുറേ കാണുമ്പോഴും ഡൗട്ട് ഇത് വേണോ, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത്. എക്സ്പെരിമെൻ്റലായിട്ട് അതിലൊത്തിരി ഇല്ലായിരുന്നു. നമുക്ക് പാസ്സായി പോകുന്നുള്ള ധൈര്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ട്രാക്ക് ചെയ്യേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചില സാധനങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റിസ്കി ആയിട്ട് പരിപാടിയൊന്നുമില്ല, എല്ലാം ആസ് പെർ പ്ലാൻ തന്നെ നമുക്ക് പോകാൻ പറ്റി. അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് ഇപ്പം ഇവിടെ ടെക്സ്റ്റ് വരണമെങ്കിൽ അതിനനുസരിച്ച് ബ്ലാങ്ക് ഫ്രെയിം ഓൾറെഡി വെച്ചുകൊണ്ട് തന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊക്കെ ഒരു ബാലൻസിൽ തന്നെ തീർക്കാൻ പറ്റി നമുക്ക്. ബ്രോ, അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷൂട്ടിൽ കുറേ ഷോട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ മറ്റേ സംസാരിച്ച് അടുക്കുന്ന പോർഷൻ എന്ന് വെച്ചാൽ ഒരു തുരാ കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മാത്രം 5 ദിവസത്തിലെല്ലാം ഷൂട്ട് ചെയ്ത് തീർന്നെന്നും പറഞ്ഞു. അത് എങ്ങനെയായിരുന്നു? ഞാനിപ്പോൾ നോക്കുമ്പോൾ ആ സോങ് പോർഷൻ മാത്രം നിങ്ങൾ എത്ര സ്ഥലത്താണ് അത് പോയിരുന്ന് എടുത്തിട്ടുള്ളത്? ഇതിൻ്റെ പറഞ്ഞാൽ സോങ്ങും പക്ക സ്ക്രിപ്റ്റഡായിട്ട് പോയത്. ഈ ലിറിക്ക് വരുമ്പോൾ ഈ പോർഷൻ വേണം. പിന്നെ രണ്ടാമത്തെ സോങ് ആണ് നമ്മുടെ വണ്ടിയായിട്ട് പോകുന്ന സോങ് ആണ്, കുറച്ചുകൂടെ ടൈം വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്സ് വേണം എന്ന് പറഞ്ഞു. അത്രയും ഫാസ്റ്റിൽ സാധനങ്ങളും പോകണം. അപ്പോൾ അതൊക്കെ ആസ് പെർ പ്ലാൻ തന്നെ. രാവിലെ ഒരു 6 മണിക്കൊക്കെ ഷൂട്ടിലെത്തി. സൺലൈറ്റ് ഹാർഷ് ആവുന്നതിന് മുന്നേ ഡ്രോൺ ഷോട്ട്സും കാര്യങ്ങളും നമ്മൾ ഇവിടെ എടുത്തു. പിന്നെ ഇവിടെ സീൻ പോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടി കുറേ സ്ഥലത്ത് പാസ് ചെയ്യുന്ന ഷോട്ട്സ് വേണം. അതിന് പറഞ്ഞ പോലെ പാരലലാണ് നമ്മൾ ഒരു സെക്കൻഡ് യൂണിറ്റ് ഹയർ ചെയ്തിട്ടാണ് നമുക്ക് അമലിൻ്റെ എൻ്റെ ഫ്രണ്ട് ഒന്നിച്ച് പഠിച്ചത്. അപ്പം അവർ വണ്ടിയുടെ ഷോട്ട്സും സാധനങ്ങളും അപ്പുറത്ത് പോയി എടുത്തു. വൈകിട്ടത്തേന് നമ്മൾ വണ്ടി വീണ്ടും ഇവിടെ വരുമ്പം തിരിച്ചിവിടെ വന്നിട്ട് ഇപ്പം മറ്റേ മണിച്ചിത്രത്താഴിൻ്റെ ഒക്കെ ഞാനിത് കേൾക്കുമ്പോഴാണ് കുറേ സാധനങ്ങൾ ഇപ്പം ഫ്രാഗ്മെൻറ്റ് ചെയ്ത് അവരെ ട്രസ്റ്റ് ചെയ്ത് അവരും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി ഇപ്പോൾ ഒരു സൺസെറ്റിലൊരു ടൈം ലാപ്സ് ഉണ്ട് വണ്ടി, LED വണ്ടി, അതൊക്കെ നേരത്തെ ഓൾറെഡി പോയി ആ ഫ്രെയിം ഫോട്ടോ എടുത്ത് വണ്ടിയുടെ പടം വരച്ച് ഇതാ പടം, ഇവിടെ സൺ വരും, ഈ ട്രൈപോഡ് ഇവിടെ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കൊടുത്തു. അപ്പം അടുത്ത ദിവസം അവർ വണ്ടി നമുക്ക് ഒരു ദിവസം കിട്ടത്തുള്ളത്. അപ്പം അവരവിടെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ ടീമിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഫ്രാഗ്മെന്റ് ചെയ്തൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഇത്രയും ദിവസത്തിൽ തന്നെ ഇത് പിടിച്ചെടുക്കാൻ പറ്റിയത്. അതിൽ ഏറ്റവും റിസ്കി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെനക്കെട്ട ഷോട്ട് ചെയ്തത്
മെനക്കെട്ട ഷോട്ടല്ല, പക്ഷെ ഞാൻ വിചാരിക്കാണ്ട് കോംപ്ലിക്കേറ്റ് ആയ ഷോട്ടാണ് വീട്ടിലെടുത്തത്. എൻ്റെ കാരണം നേരത്തെ പറഞ്ഞല്ലോ. കാരണം നമ്മളൊരു ക്രിയേറ്റീവ് സ്പേസ് നിൽക്കുമ്പം നമ്മൾ ക്രിയേറ്റീവ് സ്പേസ് നിൽക്കുമ്പം അത്രയും പീസ് ഓഫ് മൈൻഡ് വേണം. ആ പീസ് ഓഫ് മൈൻഡ് ഇല്ലാണ്ട് എനിക്ക് ഒരു പരിപാടി നടക്കത്തില്ല. ഇപ്പം ഒരാളായിട്ടുള്ള ചെറിയ വഴക്കാണെങ്കിൽ പോലും അത് അന്നല്ലെങ്കിൽ അടുത്ത ദിവസം സോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ പരിപാടിക്ക് ഇരിക്കും, ഇതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അന്ന് സമാധാനമായിട്ട് പൊക്കോണ്ട് ഷൂട്ട് പെട്ടെന്ന് കോള്, സീൻ ഷൂട്ട് മുടങ്ങി. ആക്ച്വലി ഷൂട്ട് മുടങ്ങി, നിർത്തി പൊക്കോളാൻ പറഞ്ഞിട്ടാണ് പിന്നെ കാല് പിടിച്ച് ചേട്ടാ പ്ലീസ് എല്ലാം കൈവിട്ടിരിക്കുക ഹൗസ് ഓണർ. അപ്പം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അവർ താമസിക്കുന്നതാണ്, നമ്മൾ വെറുതെ ചോദിക്കാണ്ട് പെയിന്റ് അടിച്ചാൽ വരും. തിരിച്ചു വന്നപ്പോൾ സീൻ ഇതാണ്. ഞാൻ പിന്നെ കരഞ്ഞിട്ടൊക്കെ ഓക്കെ ഷോട്ട് റെഡി അങ്ങനെ ചേട്ടാ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടോ എന്നിട്ട് അങ്ങനെ ബ്രേക്ക് ചെയ്തോ. അവർ ആർട്ടിസ്റ്റ് ഇവന് പെട്ടെന്ന് എത്ര മോശം അഭിനയമാണോ കരഞ്ഞിട്ടൊക്കെ വരുന്നത്. സോൾവാക്കി സ്മൂത്താക്കി പോയി. അതായിരുന്നു ഇത്രയും ടൈമിംഗ് ഒന്ന് മാറിയ ഷൂട്ട്. ബാക്കിയെല്ലാം ഷൂട്ട് സ്മൂത്ത്. നമ്മൾ വിചാരിച്ച കോംപ്ലിക്കേഷൻ വന്നില്ല. പിന്നെ ഇതിൽ തന്നെ വരുമ്പോൾ പിന്നെ ടെക്നിക്കൽ എറേഴ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ആ വെഡ്ഡിങ് സീൻ ആദ്യം ഇവർ തമ്മിലൊരു റാപ്പോ കറക്റ്റ് എന്ന് ഓർത്തിട്ട് ഇവരും അതിന് മുന്നും നേരത്തെ വർക്ക് ചെയ്തില്ല, കോരയും ചെയ്തില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ ആ ബീച്ചിൽ അവർ ആ വാക്ക് ചെയ്യുന്ന സീൻസ് എടുക്കുന്ന. അപ്പോൾ അവിടെ ഇതുപോലെ നമുക്ക് 15 മിനിറ്റിൽ തന്നെ തീർക്കണം, ലൈറ്റ് ഹാർഷ് ആവുന്നതിന് മുന്നേ. അപ്പോൾ ഉറപ്പായിട്ട് ഒരു FX6 ക്യാമറ മെയിൻ ക്യാമറ പോയത്. FX3 നമ്മൾ ചെറിയ ക്യാമറ ഒരു സെക്കൻഡറി ആംഗിൾസിന് സോങ്സിന് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഗിംബിൾ FX6 വരുമ്പോൾ ഗിംബിളിൻ്റെ എററായി, എന്തോ ഇത് ലോഡ് ആവുന്നില്ല, എന്തോ എറർ വന്നിട്ട് അത്രയും ദൂരം നമുക്ക് വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞില്ലേ സിനിമാറ്റോഗ്രാഫി ഡയറക്ഷൻ നമ്മളായതുകൊണ്ട് അയ്യോ ഡയറക്ടറിന് എന്ത് പറയുന്ന ഒരു സ്കീമില്ല. അപ്പം എന്നാൽ ഗിംബിൾ വേണ്ട, ചെറിയ പാൻ മൂവ്മെൻറ്റ്സ് കൊടുക്കാം. അപ്പം ഗിംബിൾ നമ്മൾ FX3 ഓക്കെ ആയിരുന്നു, അതിൻ്റെ വെയിറ്റ് ബാലൻസ് ആണ്. അത് വെച്ചിട്ട് ആ ഷോട്ട്സ് എടുത്തു. അപ്പം പണി പാളുമ്പോൾ അത് ഓൾട്ടർനേറ്റീവ് നമ്മൾ അപ്പം തന്നെ ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട് സീനിനെ ബാധിക്കാണ്ട് നമ്മൾ എല്ലായിടത്തും ആരും അറിയാണ്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നവീൻ ബ്രോ, നമ്മൾ ക്യാമറയെ പറ്റി പറഞ്ഞു, FX6 ആണെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ട് FX6 യൂസ് ചെയ്തു? നമുക്ക് വേറെ ഓപ്ഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സോണി ആൻഡ് വൈ FX6? ഇപ്പം നമ്മൾ പല ടൈപ്സ് ഓഫ് വർക്ക്, ഇപ്പം ചെറിയ ബഡ്ജറ്റാണെങ്കിൽ വലിയ ബഡ്ജറ്റ് വർക്ക്, ഇപ്പം റെഡ് പോലത്തെ ക്യാമറ ഉറപ്പായിട്ടും നമുക്ക് ഈ റേറ്റ്സിന് തരുന്ന ആൾക്കാരുണ്ട് ഫോർ ദ ബട്ട് ദെൻ അതിൻ്റെ ഒരു വർക്ക് ഫ്ലോയിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് വിൽ നീഡ് ടൈം ടു ഷൂട്ട്. ചുമ്മാ നമ്മൾ ഹറിബറി ഷൂട്ടിൽ അങ്ങനത്തെ ഒരു വലിയ ക്യാമറ കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ തീരില്ല. പിന്നെ ദ മാൻ പവർ, ഇപ്പോൾ അവരുടെ കൂടെ നമുക്കൊരു 3 പേര് വരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫോക്കസ് പുള്ളർ സെപ്പറേറ്റ് ഹയർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളുണ്ട്. നമ്മളിതെന്ന് വെച്ചാൽ ഒരു ബ്രേക്കും ഇല്ലാത്ത ഷൂട്ടാണ്. ഈ 5 ദിവസത്തിൽ തീർക്കുമ്പോൾ പോലും അത്രയും ടൈറ്റ് പാക്ഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയ പിന്നെ ഷൂട്ട് തീരുമ്പോഴേ ബ്രേക്ക് ഉള്ളൂ. ഫുഡൊക്കെ എല്ലാം പാരലി ഈ ആംഗിൾ ഷൂട്ട് ചെയ്ത് കാണിക്കുക, ഇപ്പുറത്തെ 500 രൂപ ഫുഡ് കഴിച്ചിട്ട് വരെ അങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അത്രയും ഹെക്റ്റിക്കായിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് റെഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനി ലെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ക്യാമറാസ് നമുക്ക് ഭയങ്കര പാടായിരിക്കും. കാരണം ഞാൻ സിനിമാറ്റോഗ്രാഫി നമുക്ക് അതിൽ ഒന്ന് മാറ്റേണ്ടി വന്നു. കാരണം ഒന്ന് ഈ ഒരു മെയിൻ റീസണാണ്. പിന്നെ FX6 എന്ന ക്യാമറ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഒന്ന് അതിൻ്റെ വിത്ത് G മാസ്റ്റർ ലെൻസ് കോമ്പിനേഷൻ ഓൾമോസ്റ്റ് അതേ സിനിമ ലൈനിൽ നമുക്കൊരു ഫൈൻനെസ് കിട്ടുന്നുണ്ട് G മാസ്റ്റർ ലെൻസസ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ള വേറെ അഡ്വാൻറ്റേജ് നമുക്ക് അതിലെ ഇൻബിൽഡ് ND ഫിൽറ്ററാണ്. നമ്മൾ വോളിംഗ് വർക്ക് ചെയ്യുന്നത് നമുക്ക് സ്മൂത്തായിട്ട് ND ഓരോ പ്രാവശ്യം ലെൻസ് മാറുമ്പോൾ അല്ലെങ്കിൽ ഫിൽറ്റർ എക്സ്പോഷർ അനുസരിച്ച് ഫിൽറ്റേഴ്സ് മാറുന്ന ഇൻബിൽഡ് ഫിൽറ്റർ എനിക്ക് ഭയങ്കര ഒരു യെസ് ആയിരുന്നു ടു ഗോ ഫോർ FX6. പിന്നെ അത് ഇച്ചിരി ലൈറ്റ് വെയിറ്റ്, നമുക്ക് എല്ലാ ഷോട്ട്സും ഗിംബിളായിരിക്കില്ല, ചിലതൊക്കെ ഹാൻഡ് ഹെൽഡ് പോകേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷൻസ് ഗിംബിൾ ട്രാൻസിഷൻ, ചില സ്ലൈഡർ ഉണ്ട്, ഇതെല്ലാം FX6 ആയതുകൊണ്ട് ടപ്പ് നമുക്ക് പരിപാടി തീർക്കാൻ പറ്റി. വളരെ മിനിമൽ ക്രൂവിൽ, കാരണം കുറേയൊക്കെ ട്രാവൽ പരിപാടികളുണ്ട് ഈ സ്കൂട്ടറിൽ പോകുന്നതൊക്കെ, അതൊക്കെ ചുമ്മാ നമുക്ക് ഓട്ടോ ഫോക്കസിൽ ലെൻസ് ഇട്ട്. ഇനിഷ്യലി ആക്ച്വലി സിനിമാറ്റോഗ്രാഫി തുടങ്ങുമ്പോൾ എനിക്ക് ഈ ഓട്ടോ ഫോക്കസ് ലെൻസിനോട് ഭയങ്കര പുച്ഛമായിരുന്നു. ഈ ഓട്ടോ ഫോക്കസിലൊക്കെ ആരെങ്കിലും ഷൂട്ട് ചെയ്യും, നമുക്ക് ഫോക്കസ് ഡെഫിനറ്റ്ലി ഇപ്പോഴും ഐ വിൽ ഗോ ഫോർ ഫോക്കസ് ഷൂട്ട് ഓർ വിത്ത് ഫോക്കസ് പുള്ളറാണ് ഇഷ്ടം. പക്ഷേ ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ടൈറ്റ് ഷെഡ്യൂളാണ് നമുക്ക് മറ്റേ നമുക്ക് ഉറപ്പിലും ടൈമിന്. അപ്പം ഫോക്കസ് റിങ് ആകുമ്പോൾ ചിലപ്പോൾ റിങ്ങിന് കംപ്ലൈൻറ്റ് വരാം, അത് മാറ്റാൻ വേണ്ടി. അപ്പം അവിടെ നമ്മൾ ഫാസ്റ്റാക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ടെക്നിക്കൽ എറേഴ്സ് സംഭവിക്കും. അപ്പം അങ്ങനത്തെ ഒരു എറർ എനിക്ക് ഇതിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഐ തോട്ട് ഓക്കെ ഫൈൻ, വളരെ മിനിമൽ ആയിട്ട് നമുക്ക് ഇതിലങ്ങ് പോകാമെന്നതാണ് FX6 പോയത്. കാരണം അതിന് മുന്നേ നമ്മൾ FX3 തരം ഷൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. തേടൽ ഷോർട്ട് മ്യൂസിക് വീഡിയോ ഒക്കെ FX3 പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് FX6 ഇച്ചൂടെ കൺട്രോളിലാണ് എല്ലാ പരിപാടികളും. പിന്നെ ഇപ്പം പോലെ ഓൺ സ്ക്രീൻ റൺവേ പോലും നമ്മൾ പാരഷൂട്ട് FX6 പോയത്. ബട്ട് ഫൈനലി വെൻ യു സീഡ് ഓൺ സ്ക്രീൻ ഗ്രേഡിംഗ് ഒക്കെ കഴിയുമ്പം there are different but വളരെ മൈന്യൂട്ട് ഡിഫറൻസസ് ആൻഡ്
ഉള്ളൂ. ഇതിലിപ്പം അതൊരു കോമൺ ഓഡിയൻസിന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏതാണ് FX6 എടുത്തതെന്ന്. എനിക്ക് വരെ നമുക്കത് ഷൂട്ട് ചെയ്തുകൊണ്ട് അറിയാമെന്നല്ലാണ്ട് ദർ ഇസ് നോട്ട് മച്ച് ഓഫ് എ ക്വാളിറ്റി ഡിഫറൻസ് ക്രിട്ടിക്കലി നോക്കുമ്പോൾ. അതുകൊണ്ട് ഓക്കെ ഫൈൻ, നമുക്ക് ഈസി ടു ഷൂട്ട് കൂടെ നോക്കണമല്ലോ. നമ്മൾ ദി ബെസ്റ്റ് ഔട്ട്പുട്ട് മാത്രം, ബെസ്റ്റ് ഔട്ട്പുട്ട് വിത്തിൻ ദ ടൈം കൂടെ നോക്കണം. അപ്പം വിത്തിൻ ദ ടൈം നടന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ബെസ്റ്റ് അല്ല. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് FX6 ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നനുസരിച്ചാണ് ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്തത്. ബ്രോ, ആസ് എ കളറിസ്റ്റ് ഞാൻ ജനറലി ചോദിക്കുകയാണ്, ഏത് ക്യാമറയാണ് വർക്ക് ചെയ്തതിൽ കംഫർട്ടായിട്ട് തോന്നി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഔട്ട് തരുന്നതെന്ന് തോന്നി? അത് ഈ പറഞ്ഞ പോലെ ഐ വുഡ് സേ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വാട്ട് ആർ വി ട്രൈങ് ടു ഷോ. ഇപ്പം എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഇപ്പം സോണിയിൽ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് കളർ ഗ്രേഡ് ചെയ്യേണ്ട വരാറില്ല. നമ്മളൊരു ബേസിക് കറക്ഷനും നമ്മുടെ ടോൺസിലോട്ടൊക്കെ അതിൻ്റെ ഷിഫ്റ്റിംഗ് വളരെ പെട്ടെന്നായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ലൈറ്റപ്പ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ലൈറ്റപ്പ് അനുസരിച്ച് തന്നെ നമുക്ക് റിസൾട്ട് സോണിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ റെഡ് അല്ലെങ്കിൽ ആരിയിൽ വെച്ചാൽ എനിക്ക് നമ്മൾ ഒത്തിരി അധികം എഫേർട്ട് ഇട്ട് കറക്ഷനിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഡിസൈർഡ് ഔട്ട്പുട്ടിലോട്ട് വരുന്നതെന്നുള്ള ഡിഫറൻസ് ആണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും എഫേർട്ട് ഇട്ടാലേ അതിൻ്റെ ഫുൾ ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അയ്യോ ഇത് റെഡ് എടുത്തിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് പലപ്പോഴും തോന്നും. ബിക്കോസ് നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ എൻറ്റയർ കാലിബ്രേഷനിൽ ഉള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി എഫേർട്ട് ഇടണം. ബി എറ്റ് ലൈറ്റിംഗ്, ബി എറ്റ് കളർ ഗ്രേഡിങ്. അത്രയും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് മാജിക്കിൽ വരുന്ന ഫുട്ടേജ് ബ്ലാക്ക് മാജിക് ഹൈ എൻഡ് ക്യാമറയിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ റെഡ് ഹൈ എൻഡ് ക്യാമറയിലായിരിക്കും വരുന്നത്. പക്ഷേ അതിൽ ചിലപ്പോൾ ക്വാളിറ്റി ഫുട്ടേജ് ആയിരിക്കത്തില്ല. അതിൻ്റെ റീസൺ എന്താണ്? ക്വാളിറ്റി ഫുട്ടേജ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം. ബംബ്ലിംഗയിൽ നമ്മൾ FX3 എടുത്ത ഷോട്ടും ഉണ്ട്, FX6 എടുത്തുണ്ട്. പക്ഷെ അതിൽ നമ്മൾ നൈറ്റ് എടുത്ത ഷോട്ട്സും ഉണ്ട്. അതിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രിപ്പ് പോലും ചില സമയം റെഡിൽ നമുക്ക് കിട്ടിയ ചില ഫുട്ടേജിൽ കിട്ടുന്നില്ല. അത് എന്തായിരിക്കും? അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ? ലൈറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇച്ചിരി ഫ്ലാഷി സാധനങ്ങൾ, ഇച്ചിരി ഹൈക്കി ലൈറ്റപ്പ് ഉള്ള സാധനങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടം സോണി യൂസ് ചെയ്യാനാണ്. കാരണം ആ ഫ്ലാഷിനെസ് ഇച്ചൂടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കൂൾ ടോൺസ് പിടിക്കേണ്ട സാധനം, ഇപ്പം റൺവേയിലാണെങ്കിൽ പോലും നമ്മൾ ആ ഫാഷൻ ഷൂട്ട് സാധനങ്ങൾ പരിപാടികളൊക്കെ കുറേ ഒരു കൂൾ ടോൺസ് പ്രിഫർ ചെയ്യുന്നിടത്താണ് ആരി ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇച്ചൂടെ വോം അല്ലെങ്കിൽ ഇച്ചൂടെ ഒരു റോ മൂഡിന് ആവശ്യം. ഇപ്പം ചേസീനും പരിപാടികളൊക്കെ ഇച്ചൂടെ ഹാൻഡ് ഹെൽഡിൽ പോകണ്ടേ അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റൂടെ ഉള്ളതുകൊണ്ട് റെഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ് എനിക്ക് ആസ് എ സിനിമ. അപ്പോൾ ബ്ലാക്ക് മാജിക്കിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലൈറ്റ് കോൺട്രാസ്റ്റ് കൂടുതലുണ്ട് അതിൻ്റെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത്. എന്നാൽ അത് ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്ട് ഇപ്പം ഇന്ദ്രൻസിൻ്റെ വിസ്ക് ആണെങ്കിലും മറ്റേ ബൊഹീമിയനിൽ മഡോണയുടെ ഷൂട്ട് ചെയ്ത എക്കോസോ ഷൂട്ട് ചെയ്ത് അതെല്ലാം ബ്ലാക്ക് മാജിക്കിലാണ്. കാരണം അതിനൊരു ഡീഫോൾട്ട് ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പം ആ കോൺട്രാസ്റ്റ് ഓൾറെഡി ആ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സബ്ജക്റ്റിന് അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഒരു ഫ്ലാഷി സാധനത്തിന് ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സോണിയുടെ അത്രയും എഫേർട്ട് ഇട്ടാൽ പോരാ ആ റിസൾട്ട് കിട്ടാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ ഒരു ലോക്കി ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ബ്ലാക്ക് മാജിക് ആണെങ്കിൽ സോണിയിൽ ഉപയോഗിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു 2-3 അധികം എഫേർട്ട് ഇടണം. ലൈറ്റിന്റെ ഇന്റൻസിറ്റി വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയുന്നുണ്ട്. കാരണം അതാണ് ഇപ്പം നമ്മൾ വാട്ട് ആർ വി ട്രൈങ്. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനിപ്പോഴും കോമൺ ഓഡിയൻസ് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല ഇത് ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഗ്രേഡിങ് തീരുമ്പം ഇറ്റ്സ് ജസ്റ്റ് വൺ എൻഡ് പ്രോഡക്റ്റ്. അത് ഏതിലാണെന്ന് ക്രിയേറ്റേഴ്സ് പോലും 2 ക്യാമറകളൊക്കെ എടുക്കുമ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ കണ്ണിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടാം. അത്രയും സൂം ചെയ്ത് ക്രിട്ടിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഡിഫറൻസസ് അറിയത്തുള്ളൂ. സോ ഏതാണോ നമ്മൾ ഡിസൈർഡ് ടോൺ അതിന് കൈൻഡ് ഓഫ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡിസൈർഡ് ലെൻസസ് വല്ലതും ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ലെൻസ് ടൈപ്പാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലെൻസിങ്ങിൽ ഇപ്പോൾ ആ റേഞ്ചസ് ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ലെൻസ് ഇഷ്ടംപോലെ ഇപ്പം അനമോർഫിക് പരിപാടികളൊക്കെ അതിൻ്റെ ആ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്നതിലും ലൈക്ക് CP3 അല്ലെങ്കിൽ ജെയ്സിൻ്റെ ലെൻസ്, സുപ്രീം പ്രൈം അല്ലെങ്കിൽ കൂക്ക്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ലെൻസ് മോഡൽസ്? അവിടെയും ഈ പറഞ്ഞ പോലെ സെയിം ഫാക്ടറാണ്. വാട്ട് ആർ വി ട്രൈങ് ടു ഷോ. ഇപ്പം കൂക്കിൻ്റെ ലെൻസ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന് ചേരാത്ത ഇപ്പം അതിനൊരു ലക്ഷറി ഉണ്ട്. കൂക്ക് ഹാസ് എ ഡിഫോൾട്ട് ലക്ഷറി. ഇപ്പം നമ്മൾ ദ ഫെയറി ഗോഡ് മദർ എന്ന് പറഞ്ഞ് ഐസോഗ്രാഫിയുടെ ഒരു ഷൂട്ട് ചെയ്തായിരുന്നു മമിത ബൈജുയുടെ. അപ്പം അതിൽ നമ്മൾ അലക്സ S16 പിന്നെ കൂക്ക് ലെൻസുമാണ് യൂസ് ചെയ്തത്. അപ്പം അത് നമുക്ക് ആ ഫൈൻനെസ് ഫീൽ ചെയ്യാനുണ്ട്. പക്ഷേ നമുക്കൊരു റോ സാധനമാണ് എടുക്കണമെങ്കിൽ ഐ വുഡൻ ഗോ ഫോർ എ കൂക്ക്. കാരണം
ഇതിന് ഓൾറെഡി ഭയങ്കര എന്ത് കൊടുത്താലും ബ്യൂട്ടിഫൈഡ് ആയിട്ട് ആ കൂക്കിലൂടെ കാണുന്നത്. അപ്പോൾ അതിലുറപ്പായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ സുപ്രീം പ്രൈമിനൊരു ഇച്ചിരി ഒരു ഷാർപ്നെസ്സിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജി മാസ്റ്ററിൽ പ്രോഡക്റ്റ് ഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും ചിലപ്പോൾ ഒരു ഷാർപ്നെസ് ഇച്ചിരി റിഫൈൻഡ് ആയിട്ട് തോന്നാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് എഡിറ്റിൽ പിടിക്കാൻ പറ്റുന്നതാണ് ഫാക്ടേഴ്സാണ്. പിന്നെ ലെൻസിങ് എപ്പോഴും ഒരു ബഡ്ജറ്റിൽ തീരുമാനിക്കുന്ന ഫാക്ടറാണ്. ഈ ഓരോ ലെൻസിങ് ഡിഫറെൻറ്റ് ബഡ്ജറ്റാണ് പോകുന്നത്. സുപ്രീം ലെൻസിൻ്റെ ബഡ്ജറ്റ് നമുക്ക് കൂക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഗോ ഫോർ എ കൂക്ക് എന്നുള്ള സാധനമാണ്, അല്ലെങ്കിൽ ഗോ ഫോർ എ ലെസർ കാര്യങ്ങൾ. പക്ഷേ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുമ്പം ഞാൻ കൂടുതലും കൺസേൺ ആവുന്നത് ഏതൊക്കെ റേഞ്ച് എടുക്കാമെന്നാണ്. ഇപ്പം ബംബ്ലിങ്ങിൽ നമ്മൾ കൂടുതലും 35 85 പോയിട്ടുള്ളത്. കാരണം നമ്മൾ പെർ ഡേ കോസ്റ്റ് നോക്കുമ്പം ഓക്കെ ഇത്രയും കൂടെ ഒരു സൂം ലെൻസോ അധികം യൂസ് ചെയ്തിട്ടില്ല. ആകെപ്പോൾ നമ്മളൊരു വെർട്ടിക്കോ ഷോട്ട് ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് നോർമൽ ചാർജ് മതി എന്നൊക്കെ ഒരു ദിവസം മാത്രമാണ് സൂം ലെൻസ് പോയത്. ബ്ലോക്ക് ലെൻസ് തന്നെ മോസ്റ്റ്ലി ഞാൻ 35 85 ബംബ്ലിങ് ത്രൂ ഔട്ട് കൊടുത്തത്. 50 ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ചിലത് മാറ്റിയെടുത്താണ് പോയിട്ടുള്ളത്. എന്തുമാത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ ഒരു വർക്കിൽ നവീൻ ബ്രോ ഡിപ്പെൻഡൻ്റ് ആണ്? ഡിപ്പെൻഡൻ്റ് വെച്ചാൽ ചില സിനിമാറ്റോഗ്രാഫേഴ്സ് എങ്ങനെ അത് വേണം എന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് ഫൈനൽ ഒരു സാധനമായിരിക്കും അവരെടുക്കുക. പോസ്റ്റിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും അവർക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നവീൻ ബ്രോൻ്റെ വർക്ക് ഫ്ലോ എന്ന് വെച്ചാൽ ഓൾറെഡി കാണും പോസ്റ്റിൽ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ടോണാണ് വേണമെന്ന് എൻ്റെ അടുത്ത് സംഭവം തരുമ്പോഴേ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 50-50 ആയിട്ടാണ് ബ്രോ പോസ്റ്റ് പ്രൊഡക്ഷന് ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ചിലവർ ഈ നേരത്തെ ചാർട്ടിങ്ങിൻ്റെ ഭാഗമാണ്. പോസ്റ്റിൽ നമുക്ക് എന്ത് വേണം ആദ്യം തീരുമാനിച്ചാൽ മാത്രമേ പ്രീയിൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ട് പോകും. ഇപ്പം കുറേ കാര്യം ഇപ്പം പാരറ്റിലാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും നമുക്കത് അവിടെ വേണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നേരത്തെ റെൻറ്റിലെടുക്കുക പരിപാടികൾ. ഇല്ലെങ്കിൽ ഷോർട്സ് ആണ്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ അവിടെ ടെക്സ്റ്റ് വരണമെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്താൽ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ പോലും ഓക്കെ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇരുന്നോട്ടെ. പിന്നെ എനിക്ക് റഫായിട്ട് സ്റ്റോറി ബോർഡ് ചെയ്യുന്നതിന് ഇഷ്ടമുള്ളത് ഓരോ സീനിൽ നിന്നും അടുത്ത സീനിലോട്ട് പോകുമ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് കണ്ടിന്യൂറ്റി മാക്സിമം പിടിക്കാൻ പറ്റുന്നത് പിടിച്ച്. അല്ലെങ്കിൽ ഒരു സാധനം ഇപ്പം ബംബ്ലിങ്ങിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇവിടെ ഇവൻ ഫോൺ എറിയുന്ന ഒരു കട്ട്, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് താഴോട്ട് പോവാണ്, ഫ്രെയിം ഡൗൺ. അടുത്ത ഷോട്ട് ഇട്ടേക്കുന്നത് അവിടെ ചൂണ്ടയിടുമ്പം ആളുടെ ബെയ്റ്റ് താഴോട്ട് പോകുന്നത്. അപ്പം വേറെ ആരും ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഫിനിഷ് ചെയ്തു, അടുത്ത സാധനം അങ്ങനെ തുടങ്ങി. അപ്പോൾ ആ രണ്ട് സീനൊരു ജമ്പില്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് അടുത്ത സീനിലോട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറേ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ റഫായിട്ട് ഒരു സ്റ്റോറി ബോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഓക്കെ ലെഫ്റ്റ് റൈറ്റ് ഇവിടെ പോയിക്കുന്നത്, അവിടെ ലെഫ്റ്റ് റൈറ്റ് വേണം, അല്ലെങ്കിൽ ഇവിടെ ടോപ്പ് ഡൗൺ കൊടുത്തേക്കുന്നത്. അതിനനുസരിച്ചുള്ള എഡിറ്റ് കട്ട്സ് മാത്രമാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് പിടിച്ചിട്ടുള്ളത്. അതിനെല്ലാം പ്രീ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് പ്രൊഡക്ഷൻ നമുക്കതൊക്കെ ഫിഗേർഡ് ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. നവീൻ ബ്രോ, നമ്മളിപ്പോൾ നമ്മുടെ ബംബ്ലിങ്ങിനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു, കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ ചോദിച്ചു. ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. നിങ്ങൾ കുറേ പേര് ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കാണുന്നവരായിരിക്കും, കുറേ എക്സ്പേർട്സ് കാണുന്നുണ്ടായിരിക്കും, പ്രൊഫഷണൽസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനെ പറ്റി പറയാം. അവർക്ക് ഈ ഒരു സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നതിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ അവർ ബേസിക്കായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും പറയുന്ന ഒരു മെയിൻ സാധനമാണ് ഷോറി. ഒന്ന് മാക്സിമം ചെയ്യുന്ന വർക്കുകൾ പിടിക്കുക. ഈ പറഞ്ഞ പോലെ ചെറിയ വർക്കെന്നോ വലിയ വർക്കെന്നോ പേയ്മെൻറ്റ് കുറവെന്ന് വർക്കുന്നുണ്ട്. ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ഇറ്റ്. കാരണം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഈ ഡോട്ട് റിയാക്ഷൻ പോലത്തെ സാധനങ്ങളാണ്. ഒരു വർക്ക് ചെയ്യുന്ന ഉറപ്പായിട്ടും അടുത്ത വർക്കിലോട്ട് ചിലപ്പോൾ അതിലൊരു ആർട്ട് ഡയറക്ടർ ആയിരിക്കും നമ്മളെ അടുത്തൊരു വർക്കിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ വരുന്നൊരു വേറെ നമ്മൾ വിചാരിക്കാത്ത ഒരാളായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം മാക്സിമം വർക്ക്സ് ചെയ്യുക. പിന്നെ എല്ലാ കൊല്ലവും ഇപ്പം മൂവീസിലോട്ട് 1-2 പേർക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് ഷോറിയിൽ ഇറക്കാഞ്ഞത്. അടുത്ത കൊല്ലം എന്തായാലും ഇറക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു 3-4 മ്യൂസിക് വീഡിയോസോ ചെറിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കെല്ലാം എപ്പോഴും എല്ലാവരും കാണിക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് കിട്ടിയാൽ വിൽ ഹാവ് ടു ഷോ ആ ഷോറിയിൽ. അപ്പോൾ അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ നോക്കുന്നതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയുന്ന മെയിൻ ഫാക്ടർ അതാണ്. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കട്ട്സ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വേറെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ എൻ്റെ 2017 ഷോറിൽ ഞാൻ ഇപ്പോൾ കാണുമ്പം നമുക്കറിയാം ആ ഒരു കൊല്ലത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അന്നേരം നമ്മൾ അയ്യോ ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ തോന്നും. പക്ഷേ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ജേർണി. അന്നേരം നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ വരത്തുള്ളൂ. എല്ലാ കൊല്ലവും ഷോറിയിൽ എന്തായാലും ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്നല്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കളർ ഗ്രേഡിങ്ങിലാണെങ്കിലും ഷോറിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ വി മസ്റ്റ് കീപ് ഷോയിങ് വാട്ട് വി ഹാവ് ടു അതേഴ്സ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ഷോറിയിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഫാക്ടറി പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്,
ഏത് വർക്കാണേലും പിടിക്കുക. ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ബെസ്റ്റ് വർക്ക്സ് ചെയ്തിട്ടുള്ളത് മിക്കതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കാം. പക്ഷേ ദാറ്റ് ഹാസ് ഹെൽപ് മീ റിക്കവർ എ ലോട്ട് മോർ മണി ഇൻ അതർ വർക്ക്സ് വിച്ച് മേ നോട്ട് ബി മൈ ബെസ്റ്റ്. ഈ കാര്യം ഫസ്റ്റ് എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ആ എപ്പിസോഡ് കണ്ടു നോക്കുക. എന്ത് ചെറിയ വർക്ക് ആണെങ്കിലും ഞാൻ നവീൻ ചില സമയം ആ വർക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ നവീനോട് ചോദിക്കാറുണ്ട്, നവീൻ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ, ഓൾറെഡി യു ആർ ഡൂയിങ് ഗുഡ്, അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ കുറയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറഞ്ഞു, ഇല്ല ഇവനെ, ദിസ് മേ ബി എ റൂട്ട് ഫോർ സംതിങ്. ഇപ്പോൾ ബംബ്ലിങ്ങയുടെയും റൺവേയുടെ കേസും വന്നതും ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ കേൾക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ മേ ബി ആ ചെറിയൊരു ഹുക്കായിരിക്കും, ചെറിയൊരു ഫ്രീ വർക്ക് ആയിരിക്കും. നമ്മൾ സീഡ്സ് ആണ്, നമ്മളത് ഇട്ടിട്ട് പോവുക, അത് വളർന്നോളും. നമ്മളതിന് പിന്നെ ഒത്തിരി എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഫ്രൂട്ട് കിട്ടേണ്ട ഒരു സമയം അന്നത്തെ സീഡ് ഇന്ന് ഫ്രൂട്ടായിട്ട് മാറും എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചവർ പോലും ഇല്ലടാ വർക്ക് വന്നു, അത്രേ ഉള്ളൂ, ഒരു 10,000 കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചേനെ. ഞാൻ ഞെട്ടിപ്പോറുണ്ട്. കാരണം ആ വർക്കിൻ്റെ ഒരു 10,000 ആ വർക്ക് കാണിച്ച് നിങ്ങൾക്ക് ഒരു 1,00,000 രൂപ ഉണ്ടാക്കാവുന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെപ്പോഴും ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും മേ ബി ദേ വുഡ് ബി എ ടൈം വെൻ ഐ വുഡ് സേ നോ ടു വർക്ക്സ്, ബട്ട് ആ ടൈം ഇപ്പോഴും ആയിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ പേരുടെ അടുത്ത് നിന്നാണ് മച്ചാനെ ഒരു ഇതുണ്ട് ചെയ്യുന്നു, ഓക്കെ ഇതാണ് ബഡ്ജറ്റ്. അപ്പം ഒള്ളി ടൈം പറ്റാത്തത് 2 വർക്ക് ഒന്നിച്ച് വരുമ്പോൾ വിൽ ഹാവ് ടു ചൂസ് വൺ എന്നല്ലാണ്ട് വേറെ എല്ലാം ഞാൻ അങ്ങനെ തന്നെ പിടിക്കുന്നത്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുവാണ്. അടുത്ത വർക്ക് നിങ്ങൾക്ക് കാണിക്കാൻ ഒരു സാധനമുണ്ട്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ കാണിക്കാൻ ഒരു സാധനമില്ല. അപ്പോൾ ഒരു സാധനം നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ എഫേർട്ട് നിങ്ങൾ ഇപ്പോൾ നമ്മളെ ആൾക്കാർ മിസ്യൂസ് ചെയ്യാനൊന്നും തോന്നാൻ പാടില്ല. അതെ, നമുക്കറിയാം ഒരു വർക്ക് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അവർ ശരിക്കും ദാരിദ്ര്യത്തിൽ നിൽക്കുന്നതാണോ അതോ നമ്മുടെ കാശ് മുക്കിയിട്ട് അവർ പിടിക്കുന്നതാണോ എന്ന് അറിയാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നവീനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില പ്രോജക്റ്റിൽ അവർക്ക് ലൈറ്റ് ഇടാൻ പൈസ കാണത്തില്ല, ലൈറ്റിന് പൈസ കാണത്തില്ല, ചിലപ്പോൾ ക്യാമറയിൽ എക്സ്ട്രാ ലെൻസ് വാങ്ങിക്കാൻ പൈസ കാണത്തില്ല എന്ന് നവീൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം നവീൻ എന്ത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ആ പ്രോജക്റ്റ് ചെയ്ത പ്രോജക്ട്സുകളും ഉണ്ട്. അപ്പം ഞാൻ വണ്ടിട്ടുണ്ട് എന്തിനാ പുള്ളി ഇത്രയും എഫേർട്ട് ഇട്ട് അവരുടെ പ്രോജക്റ്റ് നന്നാക്കാനിരിക്കുന്നതെന്ന്. പക്ഷെ ഔട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കും കാണിക്കാം, നവീനും കാണിക്കാം. അടുത്തൊരു പ്രോജക്റ്റിൽ വരുമ്പോൾ ഇത് കണ്ടോ ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റ് വാശിക്കാൻ. ഇപ്പോൾ ഇതിൽ ഞാനൊരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10K ഈ വർക്കിന് ഇട്ടു, ഈ വർക്ക് കൊണ്ട് എനിക്ക് അത് കൂടുതൽ കിട്ടുമെന്നാണ് ഉറപ്പായിട്ട്. ഇപ്പം ഇന്ദ്രൻസിൻ്റെ വർക്കിലാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ചെറിയ ക്യാമറ ചെയ്യാന്ന് വിചാരിച്ചു. ഫാഷൻ മോങ്ങർ അച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ബ്രോ ഇച്ചിരി വലുത് പിടിക്കാം, ഇത് അടിപൊളിയായിട്ട് വരുന്ന സാധനമാണ്. അങ്ങനെ നമ്മൾ തന്നെ ഓക്കെ ഫൈൻ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന രീതിയിലാണ് ആ കോള് നമ്മൾ എടുക്കുമ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കുറേ സെല്ലിങ് നടന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നവീൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കിലൊന്നാണ്. അതെ ഉറപ്പായിട്ടും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ഓൺ യുവർ പോർട്ട്ഫോളിയോ. നിങ്ങളുടെ ഷോറീലും സംഭവമാണ് നിങ്ങളുടെ ഒരു പേര് വരുന്നത്. നിങ്ങളുടെ തല കണ്ടില്ലെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് വർക്ക്, നമ്മുടെ വർക്ക് നമ്മൾ തന്നെ സെല് ചെയ്യാൻ മന്ത്ര പിടിച്ചാൽ നമ്മൾ അറിയേണ്ട നമ്മുടെ ബെസ്റ്റ് ഇട്ടു പോകും. കാരണം നമ്മൾ പിന്നെ എപ്പോഴേലും കാണുമ്പോൾ ഇതിന് ഇതുകൂടെ വേണമായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അപ്പം ആ വർക്കിന് ബെസ്റ്റ് എന്ത് കൊടുക്കും. ഇപ്പം ബംബ്ലിങ്ങിലും പറ്റിയതാണ്. നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് നമ്മളോട് നോ പറയാൻ ആരുമില്ല. പിന്നെ ശ്രീനിവാസം വേണോ എടുത്തോ എന്നാ ഒരു 10,000 കടം മേടിക്കേണ്ടി വരും, അതേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും ഇതാണ് വിശേഷങ്ങൾ ഇപ്പോൾ ബേസിക്കലുള്ളത്. ബംബ്ലിങ് റിലീസ് ആവുകയാണ്, ഈ മാസം തന്നെ ഇറങ്ങും. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ കമൻസിൽ അറിയിക്കുക. ഡെഫിനറ്റ്ലി നമ്മൾ അടുത്ത പ്രൊഡക്ഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് നവീൻ ബ്രോ ഫോർ ജോയിനിങ് വിത്ത് അസ്. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആരെയാണ് അടുത്തത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു ബ്രിങ് ദം ഹിയർ. അപ്പോൾ നവീൻ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അബിൻ സൈനിങ് ഓഫ്.